സോ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് തന്നെ ക്വസ്റ്റൻസിലേക്ക് കിടക്കാം, നമുക്ക് സമയമില്ല. ഓക്കെ, സോ ഫസ്റ്റ് 26th ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് വിത്ത് റെഫറൻസ് ടു ഇന്ത്യൻ സ്റ്റേറ്റ്സ് ഈസ് ഓർ ആർ നോട്ട് കറക്റ്റ് എന്നാണ് ചോദ്യം. ഇപ്പം നോട്ട് കറക്റ്റ് ആകുമ്പം എന്താ നമ്മൾ ചെയ്യേണ്ടത്? ഇതിനകത്ത് കറക്റ്റ് അല്ലാത്ത ഓപ്ഷൻസ് നമ്മൾ ഒന്ന് നോക്കുക. ഉത്തർപ്രദേശ് ഷെയർസ് ഇറ്റ്സ് ബൗണ്ടറി വിത്ത് ഹയസ്റ്റ് നമ്പർ ഓഫ് അതർ ഇന്ത്യൻ സ്റ്റേറ്റ്സ്. എന്താണ് ആക്ച്വലി? അത് ആക്ച്വലി ശരിയായ സ്റ്റേറ്റ്മെൻ്റ് ആണ്. ഉത്തർപ്രദേശ് ആക്ച്വലി ഒരു 8 സ്റ്റേറ്റുകൾ, ഇന്ത്യൻ സംസ്ഥാനങ്ങൾ 8 സംസ്ഥാനങ്ങളായിട്ട് ബൗണ്ടറി ഷെയർ ചെയ്യുന്നുണ്ട്. മാത്രമല്ല ഒരു യൂണിയൻ ടെറിട്ടറി ആയിട്ടും ബൗണ്ടറി ഷെയർ ചെയ്യുന്നുണ്ട്, ഇതാ ഡൽഹി ആയിട്ട്. സോ ടോട്ടലി 8 സംസ്ഥാനങ്ങളും ഒരു യൂണിയൻ ടെറിട്ടറിയും. സോ ഏറ്റവും കൂടുതൽ സ്റ്റേറ്റുകളായിട്ട് ഷെയർ ചെയ്യുന്ന ബൗണ്ടറി ഉള്ളത് ഉത്തർപ്രദേശിനാണ്. സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ്, രാജസ്ഥാൻ ഷെയർസ് ദ ലോങ്സ്റ്റ് ഇന്റർനാഷണൽ ബോർഡർ എമംഗ് ദ ഓൾ ഇന്ത്യൻ സ്റ്റേറ്റ്സ്. ശരിയാണോ? നിങ്ങൾ തന്നെ പറ, രാജസ്ഥാൻ ആയിരിക്കുമോ? വെസ്റ്റ് ബംഗാളാണ്. വെസ്റ്റ് ബംഗാൾ നോക്കിക്കഴിഞ്ഞാൽ ബംഗ്ലാദേശായിട്ട് വലിയൊരു ബൗണ്ടറി ഷെയർ ചെയ്യുന്നുണ്ട് അല്ലേ. ഇന്ത്യ ഏറ്റവും കൂടുതൽ ബൗണ്ടറി ഷെയർ ചെയ്യുന്ന രാജ്യം ഏതാണ്? ഏറ്റവും കൂടുതൽ ബംഗ്ലാദേശാണ് ഇന്റർനാഷണൽ ബൗണ്ടറി. സോ വെസ്റ്റ് ബംഗാളാണ് അതിൻ്റെ ആൻസർ, രാജസ്ഥാൻ അല്ല. സോ അത് തെറ്റാണ്. അടുത്ത, സിക്കിം ഈസ് ദ ഓൺലി സ്റ്റേറ്റ് ദാറ്റ് ഷെയർസ് ഇറ്റ്സ് ബൗണ്ടറി വിത്ത് ജസ്റ്റ് വൺ അതർ ഇന്ത്യൻ സ്റ്റേറ്റ്സ്. എന്താണ് അഭിപ്രായം? നിങ്ങൾ ജസ്റ്റ് മാപ്പിലൊന്ന് ജസ്റ്റ് ഒന്ന് നോക്കിയേ, ഒന്ന് മനസ്സിൽ മൈൻഡ് മാപ്പ് കൊണ്ടുവരിക, നമ്മുടെ ഇന്ത്യൻ മാപ്പ്. സിക്കിം ഈസ് ഓൺലി സ്റ്റേറ്റ് ആണോ? ഇറ്റ്സ് ഓൺലി സ്റ്റേറ്റ് ദാറ്റ് ഷെയർസ് ബൗണ്ടറി വിത്ത് ജസ്റ്റ് വൺ അനദർ ഇന്ത്യൻ സ്റ്റേറ്റ് അല്ല. സിക്കിമിൻ്റെ കൂടെ തന്നെ, സിക്കിമാണ്, പക്ഷേ സിക്കിമിൻ്റെ കൂടെ തന്നെ വേറൊരു സ്റ്റേറ്റും കൂടി ഉണ്ട്. ഏതാണെന്ന് പറയാൻ പറ്റുമോ ആരെങ്കിലും? മേഘാലയ. മേഘാലയ ഷെയർസ് ബൗണ്ടറി വിത്ത് ഓൺലി ആസാം. സിക്കിം ഏത് സ്റ്റേറ്റ് ആയിട്ടാണ് ബൗണ്ടറി ഷെയർ ചെയ്യുന്നത്? പറഞ്ഞേ, വെസ്റ്റ് ബംഗാളായിട്ട്. സോ ആ ഒരു സ്റ്റേറ്റ് ആയിട്ട് മാത്രമേ ബൗണ്ടറി ഷെയർ ചെയ്യുന്നുള്ളൂ സിക്കിം. അപ്പോൾ ഇതും തെറ്റാണ്. സോ ഇതിനകത്ത് 1 ഒഴിച്ച് ബാക്കി 2ഉം 2ഉം 3ഉം തെറ്റാണ്. ഇവിടെ ക്വസ്റ്റ്യൻ നോട്ട് കറക്റ്റ് എന്നാണ്. സോ ഓപ്ഷൻ സി 2 and 3. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ 27th. വിച്ച് ആർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് വിത്ത് റിഗാർഡ് ടു അറൈവൽ ഓഫ് ദ അമൂർ ഫാൽക്കൺസ് അറ്റ് ഡോയാങ് ലേക്ക് ഇൻ നാഗാലാൻഡ് ഈച്ച് ഇയർ ഫ്രം മംഗോളിയ ഈസ് ഓർ ആർ കറക്റ്റ്? ഇറ്റ് ഷോക്കേസസ് ഹൗ സസ്റ്റെയിൻ ലോക്കൽ കൺസർവേഷൻ എഫേർട്സ് ക്യാൻ കോൺട്രിബ്യൂട്ട് ടു ദ അറൈവൽ ആൻഡ് പ്രൊട്ടക്ഷൻ ഓഫ് ഇന്റർനാഷണൽ മൈഗ്രേറ്ററി ബേർഡ്സ്. ആവാം അല്ലേ? ആവാം. അടുത്ത, it reflects the global success of advanced tracking technologies that guide migratory birds back to their stopover sites. എന്താ നിങ്ങളുടെ അഭിപ്രായം? ഇവിടെ ഒരു കീവേഡ് ഉണ്ട്, ഗൈഡ്. അതായത് ഗൈഡ്, സി നമ്മൾ ആക്ച്വലി ക്വസ്റ്റ്യൻസ് ഒന്ന് ജസ്റ്റ് ഒന്ന് അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ, നല്ലോണം ഒന്ന് വീക്ഷിച്ച് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. ഇറ്റ് റിഫ്ലെക്ട്സ് ദ ഗ്ലോബൽ സക്സസ് ഓഫ് അഡ്വാൻസ് ട്രാക്കിംഗ് ടെക്നോളജീസ്. അതെ, ഒരു അഡ്വാൻസ് ട്രാക്കിംഗ് ടെക്നോളജീസ് ഒക്കെ നിലവിലുണ്ട്. പക്ഷേ അത് വെച്ച് നമുക്ക് ഗൈഡ് ചെയ്യാൻ പറ്റുമോ? മൈഗ്രേറ്ററി ബേർഡ്സിന് അവർ പോകുന്ന ആ ലൊക്കേഷൻ അങ്ങോട്ടേക്ക് വരുത്താൻ പറ്റുമോ? ഇല്ല, അത് ഇതുവരെ കണ്ടുപിടിച്ചിട്ടില്ല. സി അതൊരു ബേസിക് ഒരു കോമൺ ഇതാണ്, അത് ഇതുവരെ കണ്ടുപിടിക്കാൻ ഇനിയും കിടക്കുന്നതാണ്. സോ ആ ഒരു ഓപ്ഷൻ ഇല്ല. ഇറ്റ് കനോട്ട് ബി യൂസ് ടു ഗൈഡ് ദ മൈഗ്രേറ്ററി ബേർഡ്സ്. ട്രാക്ക് ചെയ്യാൻ പറ്റുന്നു മാത്രമേ ഉള്ളൂ. ഇപ്പോൾ ഇതുവരെ നിലവിലെ ടെക്നോളജി വെച്ചിട്ട് ട്രാക്ക് ചെയ്യാൻ പറ്റും, ബട്ട് കനോട്ട് ഗൈഡ്. മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ്, ഇറ്റ് കൺഫേംസ് ദാറ്റ് അമൂർ ഫാൽക്കൺസ് ഹാവ് അഡാപ്റ്റഡ് ടു ദ പെർമനന്റ് റെസിഡൻസി ഇൻ ഇന്ത്യ ഡ്യൂ ടു ഫേവറബിൾ ഹാബിറ്റാറ്റ് ചേഞ്ചസ്. അമൂർ ഫാൽക്കൺസ് കുട്ടിയും കുടുംബമൊക്കെ ആയിട്ട് പെർമനന്റ് റെസിഡൻസി PR എടുത്തിട്ട് ഇവിടെ നിൽക്കുമോ? ഒരു മൈഗ്രേറ്ററി സ്പീഷീസ് ആണ്. മൈഗ്രേറ്ററി സ്പീഷീസ് അവിടെ തന്നെ തങ്ങി നിൽക്കുമോ? ഇല്ല, അവരിങ്ങനെ പോയിക്കൊണ്ടിരിക്കും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ. സോ തേർഡ് ഓപ്ഷൻ ഇല്ല. അപ്പോൾ ഇതിനകത്ത് ഏതൊക്കെയാണെന്ന് നോക്കുക. സെലക്ട് ദ ആൻസർ യൂസിങ് ദ കോഡ് ഗിവൻ ബിലോ. ഏതായിരിക്കും? 1 only. 1 only. ഓക്കെ ആണല്ലോ? ഓക്കെ. സോ അടുത്ത ചോദ്യത്തിലേക്ക് വരാം. 28, ക്വസ്റ്റ്യൻ നമ്പർ 28. Which among the following is or are the objectives of Rain-Fed Area Development Initiative under National Mission for Sustainable Agriculture? ഓപ്ഷൻസ് നോക്കുക. ഫസ്റ്റ് ഓപ്ഷൻ, എൻകറേജിങ് മോണോകൾച്ചർ ഇൻ റെയിൻഫെഡ് ഏരിയാസ്. എന്താണ് മോണോകൾച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? പറഞ്ഞേ, വാട്ട് ഡു മീൻ ബൈ മോണോകൾച്ചർ? ഒരു സിംഗിൾ ക്രോപ്പ് തന്നെ, അതന്നെ സിംഗിൾ ക്രോപ്പ് തന്നെ കൾട്ടിവേറ്റ് ചെയ്യുന്ന രീതിക്ക് വിളിക്കുന്ന പേരാണ്, ഒരു പ്രാക്ടീസ് രീതിക്ക് വിളിക്കുന്ന പേരാണ് എന്താ? മോണോകൾച്ചർ. അപ്പോൾ മോണോകൾച്ചർ ഒരു സസ്റ്റൈനബിൾ അഗ്രികൾച്ചർ ആണോ? അല്ല, ബിക്കോസ് ഇറ്റ് കിൽസ് ബയോഡൈവേഴ്സിറ്റി. ഒറ്റൊരു സ്പീഷീസിന് മാത്രമാണ് നമ്മൾ പ്രാധാന്യം കൊടുക്കുന്നത് അല്ലേ. സോ അതൊരു സസ്റ്റൈനബിൾ അഗ്രികൾച്ചർ മെത്തേഡ് അല്ല. സോ നമുക്കത് ആദ്യം തന്നെ ഒഴിവാക്കാം. ഫസ്റ്റ് ഓപ്ഷൻ ഒഴിവാക്കി.
ഇൻക്രീസ് ഇൻ ദ റൈസ് കൾട്ടിവേഷൻ ഇൻ ഇറിഗേറ്റഡ് റീജിയൻസ്. റൈസ് കൾട്ടിവേഷൻ നിങ്ങൾ നോക്കുക, അതൊരു നല്ലൊരു സസ്റ്റൈനബിൾ അഗ്രികൾച്ചർ രീതിയാണ് റൈസ് കൾട്ടിവേഷൻ. ശരിക്കും പൊതുവേ പറയുകയാണെങ്കിൽ എന്തുകൊണ്ടാണ് നമ്മൾ ക്ലൈമറ്റ് സ്മാർട്ട് അല്ല, അതായത് ക്ലൈമറ്റായിട്ട് അധികം നല്ല രീതിയിലല്ല റൈസ് കൾട്ടിവേഷൻ എന്ന് പറയാൻ കാരണം റൈസ് കൾട്ടിവേറ്റിന് ഒരുപാട് വെള്ളം ആവശ്യമാണ്. സോ വെള്ളം ഒരുപാട് ആവശ്യമുള്ളതുകൊണ്ട് അതൊരു സസ്റ്റൈനബിൾ അഗ്രികൾച്ചർ പ്രാക്ടീസ് അല്ല. സോ അതും നമുക്ക് ഒഴിവാക്കാം. അടുത്തത് മൂന്നാമത്തെ, എൻഹാൻസിങ് പ്രൊഡക്ടിവിറ്റി ആൻഡ് മിനിമൈസിങ് ദ ക്ലൈമറ്റിക് റിസ്ക് ത്രൂ ഇൻറ്റഗ്രേറ്റഡ് ഫാമിംഗ് സിസ്റ്റംസ് ആവാം അല്ലേ. സോ ദാറ്റ് ഇസ് ദ ഓൺലി ഓപ്ഷൻ 3 ഓൺലി. ആക്ച്വലി കൺവെൻഷണൽ രീതിയിലൊക്കെ പല ക്വസ്റ്റ്യൻസ് നമുക്ക് അൺകൺവെൻഷണൽ ആണ്, ടോട്ടലി മൊത്തം പേപ്പർ അൺകൺവെൻഷണൽ ആണെങ്കിലും പല ഇതും നമുക്ക് എലിമിനേറ്റ് ചെയ്തെടുക്കാൻ പറ്റും കുറേയൊക്കെ ഓപ്ഷൻസ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. Which of the following is or are the most significant implications of obtaining OECO-TEX certification for Aerie silk in the global textile industry? എന്താണ് ഏരി സിൽക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് എ ടൈപ്പ് ഓഫ് സിൽക്ക്, ഒരു പീസ് സിൽക്ക് എന്ന് പറയപ്പെടുന്നൊരു സിൽക്കാണ്. കാരണം ബാക്കിയെല്ലാം നമ്മൾ സിൽക്ക് പ്രൊഡ്യൂസ് ചെയ്യുന്നത് മറ്റേ വേംസിനെ കില്ല് ചെയ്തിട്ടാണ് അല്ലേ. പക്ഷേ ഏരി സിൽക്ക് മാത്രം നമ്മളത് വേംസിനെ കില്ല് ചെയ്യുന്നില്ല, അല്ലാണ്ട് തന്നെ നമ്മൾ സിൽക്ക് ഒപ്റ്റെയിൻ ചെയ്യുന്നത്. അതൊരു പീസ് സിൽക്കാണ്. അതുകൊണ്ട് തന്നെ ഏരി സിൽക്കിന് പീസ് സിൽക്ക് എന്ന പേരും കൂടി ഉണ്ട്. ഓക്കെ, സോ ക്വസ്റ്റ്യനിലേക്ക് വരാം. First statement, it allows Indian exporters to compete in high-end markets that prioritize chemical-free products. Okay. It allows Indian exporters to compete in the high-end markets that prioritize chemical-free products. നമുക്ക് ആ സ്റ്റേറ്റ്മെൻറ്റ് വായിക്കുമ്പോൾ തന്നെ അത് ശരിയാണെന്ന് തോന്നുന്നുണ്ട്. Second statement, it confirms that Aerie silk meets international safety, environmental and quality standards, enabling its entry into the premium eco-conscious markets. ആ ഒരു വേർഡ്സിൻ്റെ അറേഞ്ച്മെൻറ്റും അതേപോലെ നമുക്കറിയാം ഗ്ലോബൽ ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രി, ഇതാണ് കീവേഡ്. അപ്പോൾ സ്വാഭാവികമായിട്ട് രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് അതായിട്ട് ഒത്തുപോകുന്നതാണ് അല്ലേ. സോ ബോത്ത് 1 and 2. നമുക്കൊന്നും അറിയില്ലെങ്കിൽ കൂടി ആക്ച്വലി ഏകദേശം ഒരു ഐഡിയ ഉണ്ടായിക്കഴിഞ്ഞാൽ നമുക്കിത് ആൻസർ ചെയ്യാൻ പറ്റും ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ. ഓക്കെ, നെക്സ്റ്റ് ships from which of the following countries have to cross the Strait of Hormuz to reach out the Indian Ocean? എന്തുകൊണ്ടാണ് UPSC ചോദ്യം ചോദിച്ചിരിക്കുന്നത് അറിയാലോ. സ്ട്രേറ്റ് ഓഫ് ഹോർമൂസ് നമ്മുടെ കറണ്ട് അഫയേഴ്സിൽ മൊത്തം ഉണ്ടായിരുന്ന ഒരു സാധനമാണ്. സോ സ്ട്രേറ്റ് ഓഫ് ഹോർമൂസ് ഏതൊക്കെ കടലുകളാണ് കണക്ട് ചെയ്യുന്നത് പറഞ്ഞോ? യെസ്, പേർഷ്യൻ ഗൾഫും ഗൾഫ് ഓഫ് ഒമാനും. ആൻഡ് പേർഷ്യൻ ഗൾഫിലെ കൺട്രീസ് ഏതൊക്കെയാണെന്ന് ജസ്റ്റ് ഒന്ന് നോക്കുക. പേർഷ്യൻ ഗൾഫിലെ കൺട്രീസ് ഓർത്തൊക്കെ ഒരു കോഡ് ഉണ്ടായിരുന്നു, ഞാൻ ക്ലാസ് പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു, ഓർമ്മയുണ്ടോ? എന്തായിരുന്നു പറഞ്ഞേ? എന്തായിരുന്നു കോഡ്? പറഞ്ഞോ. സൗ I², KBQ. സൗദി അറേബ്യ, ഒമാൻ, UAE, ഇറാൻ, ഇറാഖ്. I 2 തവണ ഇറാൻ, ഇറാഖ്, കുവൈറ്റ്, ബഹ്റിൻ, ഖത്തർ. ഇത്രയും കൺട്രീസാണ് പേർഷ്യൻ ഗൾഫിലുള്ള കൺട്രീസ്. ആൻഡ് ഇവിടെ നോക്കിയേ നിങ്ങൾ, ബഹ്റിൻ ഉണ്ട്, ഖത്തർ ഉണ്ട്, സിറിയയും ഈജിപ്റ്റും ഉണ്ടോ? ഇല്ല. സോ ഓപ്ഷൻ 2ഉം ഓപ്ഷൻ 4ഉം ഇല്ല. സോ ഏതാണ് ലാസ്റ്റ് അൾട്ടിമേറ്റ്ലി? 1 and 3, ഓപ്ഷൻ ബി. ഇത് കംപ്ലീറ്റ്ലി കൺവെൻഷണൽ രീതിയിൽ തന്നെയാണ് ചോദിച്ചിരിക്കുന്നത്. സിമ്പിൾ ആയിട്ടുള്ള ചോദ്യമായിരുന്നു. അടുത്ത ക്വസ്റ്റ്യൻ, Tungurahua volcano, which was declared a global geopark by UNESCO in 2025, is situated in which one of the following countries? ഇതാണ് ചോദ്യം. ഇതൊരു ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്, പ്രത്യേകിച്ചൊന്നും എടുത്ത് പറയാനില്ല. ഇക്വഡോറിലാണ്. ആൻഡ് ഇത് നമുക്ക് ഗസ് ചെയ്യാൻ പറ്റും, കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോസ്റ്റ് ഓഫ് ദി ഫേമസ് ആയിട്ടുള്ള വോൾക്കാനോസ് കുറേ ഇക്വഡോറിലുണ്ട്. മൗണ്ട് കാറ്റോപാക്സി, സാങ്കേ വോൾക്കാനോ, ചിംബറോസോ, ഇതുപോലത്തെ ഒരുപാട് വോൾക്കാനോസ് ഇക്വഡോറിലാണ്. സോ നമുക്ക് ഏകദേശം ആ ഒരു കൂട്ടത്തിൽ ആ ഇക്വഡോറൊക്കെ സർക്കം പസഫിക് ബെൽറ്റിൻ്റെ ഭാഗമാണ്, റിംഗ് ഓഫ് ഫയർ നമ്മൾ പഠിച്ചിട്ടുണ്ട്. സോ ഇക്വഡോർ ആണ് ഉത്തരം. ഓക്കെ, ഇക്വഡോർ ഓപ്ഷൻ എ. അടുത്ത ക്വസ്റ്റിലേക്ക് പോകാലോ. 32. With reference to Madhav National Park, which of the following statements is or are correct? ഇതാണ് ചോദ്യം. It was declared a tiger reserve in India in 2025. ഡയറക്ട്ലി കറണ്ട് അഫയേഴ്സിലുള്ള സാധനമാണ്. അതായത് നമ്മൾ എൻവയോൺമെൻറ്റ് എന്നുള്ള ടോപ്പിക്ക് പഠിക്കുമ്പം നമ്മൾ ഈ കൺവെൻഷണൽ ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ പഠിക്കും, പക്ഷെ അതിൻ്റെ കൂടെ തന്നെ നമ്മൾ മെമ്മറൈസ് ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ടൈഗർ റിസർവ്സ്, റാംസാർ സൈറ്റ്സ്, വൈൽഡ് ലൈഫ് സാങ്ച്വറീസ് ഇൻ ന്യൂസ്,
നമുക്ക് വൈൽഡ് ലൈഫ് സാഞ്ചുറീസ് എല്ലാം ഒന്നും പഠിക്കാൻ പറ്റില്ല, കാരണം 500 സംതിങ് വൈൽഡ് ലൈഫ് സാഞ്ചുറീസ് ഉണ്ട്. ഇതെല്ലാം ഒന്നും പഠിക്കാൻ പറ്റില്ല. പക്ഷേ അറ്റ്ലീസ്റ്റ് വൈൽഡ് ലൈഫ് സാഞ്ചുറീസ് വിച്ച് കം ഇൻ ന്യൂസ് അത് അറ്റ്ലീസ്റ്റ് നമ്മൾ പഠിച്ചു വെക്കുക. അതേപോലെ തന്നെ എന്താ പറയുക, വേൾഡ് ഹെറിറ്റേജ് സൈറ്റ്സ്, ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ. പിന്നെ അതുപോലെ തന്നെ ഈ സാധനം മാൻ ആൻഡ് ബയോസ്ഫിയർ പ്രോഗ്രാം, ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ, എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. ഇതൊക്കെ പഠിച്ചേക്കാം. അത് മാത്രമല്ല ഈ വൈൽഡ് ലൈഫ് സാഞ്ചുറീസ് പഠിക്കുമ്പോൾ വേറൊരു ട്രിക്കും കൂടി ഉപയോഗിക്കാൻ പറ്റും. UPSCക്ക് ഫേവറേറ്റ് ആയിട്ടുള്ള കുറച്ച് സ്ഥലങ്ങളുണ്ട്, നോർത്ത് ഈസ്റ്റ് റീജിയനും അന്തമാൻ നിക്കോബാറും. അപ്പോൾ നമുക്ക് എല്ലാം പഠിക്കാൻ പറ്റില്ലെങ്കിലും അറ്റ്ലീസ്റ്റ് അന്തമാൻ നിക്കോബാറിലെയും നോർത്ത് ഈസ്റ്റ് റീജിയനിലെയും വൈൽഡ് ലൈഫ് സാഞ്ചുറീസ് ഒക്കെ ഒന്ന് പഠിച്ചിട്ട് പോവുക. നാഷണൽ പാർക്സ് ഏകദേശം 100 സംതിങ് ആണുള്ളത്, അതെന്തായാലും പഠിക്കാൻ പറ്റും. സോ ഈ ഒരു ഇറ്റ് വാസ് ഡിക്ലെയർ ടൈഗർ റിസർവ് ഇന്ത്യ, ഇത് കറണ്ട് അഫയേഴ്സിലൊക്കെ ഉണ്ടായിരുന്നു. ഇൻഫാക്ട് 58th ടൈഗർ റിസർവ് ആയിട്ട് ഡിക്ലെയർ ചെയ്തിരിക്കുന്ന ഒരു നാഷണൽ പാർക്കാണ് ദ മാധവ് നാഷണൽ പാർക്ക്, മധ്യപ്രദേശിലാണ്. സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ്, സഖ്യസാഗർ വിച്ച് ഇസ് ഡെസിഗ്നേറ്റഡ് ആസ് എ റാംസാർ സൈറ്റ്, ഇതൊരു ആർട്ടിഫിഷ്യൽ ലേക്കാണ് സഖ്യസാഗർ. ഡയറക്ട്ലി ഒരു ഫാക്ട് ബേസ്ഡ് ക്വസ്റ്റൻ ആണ്. സഖ്യസാഗർ ഈ സിറ്റുവേറ്റഡ് വിത്തിൻ ദിസ് നാഷണൽ പാർക്ക്, അതും കറക്റ്റാണ്. സഖ്യസാഗർ. മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ്, ഇറ്റ്സ് ഏരിയ ഷെയർഡ് ബിറ്റ്വീൻ മധ്യപ്രദേശ് ആൻഡ് രാജസ്ഥാൻ. രാജസ്ഥാനില്ല, എക്സ്ക്ലൂസീവ് കംപ്ലീറ്റ്ലി എന്താണ് ഈ ഒരു നാഷണൽ പാർക്ക്, ഈ ഒരു ടൈഗർ റിസർവ് ഉള്ളത് കംപ്ലീറ്റ്ലി എന്തിൻ്റെ ഉള്ളിലാണ്? മധ്യപ്രദേശ് എന്ന സ്റ്റേറ്റിൻ്റെ ഉള്ളിൽ തന്നെയാണ് ഉള്ളത്. സോ ഓപ്ഷൻ 3 എന്താണ്? തെറ്റാണ്. സോ ദാറ്റ് കംസ് 1 and 2. ഓപ്ഷൻ ബി. ഇത് നമുക്ക് ഫാക്ട് അറിയില്ലെങ്കിൽ പ്രത്യേകിച്ച് ഒന്നും ചെയ്യാൻ പറ്റില്ല, ഗസ് ഒന്നും അധികം ചെയ്യാൻ പറ്റില്ല, സ്കോപ്പ് കുറവാണ്. പക്ഷെ അറ്റ്ലീസ്റ്റ് നമുക്ക് 3 ഒരു തെറ്റാനുള്ള സാധ്യത വളരെ കൂടുതലാണെന്ന് അറ്റ്ലീസ്റ്റ് നമുക്ക് പ്രസ്യൂം ചെയ്യാം. കാരണം ഇവിടെ മധ്യപ്രദേശ് രാജസ്ഥാൻ രണ്ടും പറയുന്നുണ്ട്. ഓക്കെ, അടുത്ത ക്വസ്റ്റിലോട്ട് വരാം. ഓക്കെ, കാണാൻ പറ്റുന്നുണ്ടല്ലോ? ഓക്കെ അല്ലേ? വിത്ത് റെഫറൻസ് ടു ക്ലൈമറ്റ് ഓഫ് അന്തമാൻ ആൻഡ് നിക്കോബാർ ഐലൻഡ്സ്, വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് ഈസ് ആർ കറക്റ്റ്? ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ്, ദ ക്ലൈമറ്റ് ക്യാൻ ബി ഡിഫൈൻഡ് ആസ് എ ഹ്യൂമിഡ് ട്രോപ്പിക്കൽ കോസ്റ്റൽ ക്ലൈമറ്റ്. നമ്മൾ ബേസിക് ആയിട്ട് ഒരു ജോഗ്രഫിനെ പറ്റി, ഒരു ക്ലൈമറ്റിക് റീജിയൻസിനെ പറ്റി ഒരു അവയർനെസ് ഉണ്ടെങ്കിൽ ഈ ഒരു ചോദ്യം നമുക്ക് എന്താ പറയുക എഴുതാൻ പറ്റും. നമ്മൾ അന്തമാൻ നിക്കോബാർ നമ്മൾ ചിന്തിക്കുക എവിടെ, ഒരു ഐലൻഡാണ് അല്ലേ? അപ്പോൾ എന്തായിരിക്കും? ഹ്യൂമിഡ്, ഈർപ്പം കൂടുതലായിരിക്കും, ഹ്യൂമിഡ് ആയിരിക്കും. അന്തമാൻ നിക്കോബാർക്ക് ഏകദേശം എവിടെയാണ് കിടക്കുന്നത്? ട്രോപ്പിക്കൽ ഏരിയയിലാണ്. സോ ട്രോപ്പിക്കൽ ഉണ്ടാവും. ആൻഡ് എന്താ? കോസ്റ്റൽ, മൊത്തം എന്താ? തീരപ്രദേശമാണ്, കോസ്റ്റൽ. സോ സ്റ്റേറ്റ്മെന്റ് 1 എന്താണ്? കറക്റ്റായിട്ട് തന്നെ നമുക്ക് എടുക്കാം. സ്റ്റേറ്റ്മെന്റ് 2, ഇറ്റ് റിസീവ്സ് റെയിൻഫോൾ ഫ്രം ബോത്ത് സൗത്ത് വെസ്റ്റ് മോൺസൂൺ ആൻഡ് നോർത്ത് ഈസ്റ്റ് മോൺസൂൺ. അതെന്താണ്? കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണ്. കാരണം നമ്മുടെ ഇന്ത്യൻ്റെ ഒരു ക്ലൈമറ്റിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൗത്ത് വെസ്റ്റ് മോൺസൂൺ ഡ്യൂറിങ് ജൂൺ ജൂലൈ, ഈ ഒരു സമയത്ത് അറേബ്യൻ സീ ബ്രാഞ്ചും ബേ ഓഫ് ബംഗാൾ ബ്രാഞ്ചുമായിട്ട് സ്പ്ലിറ്റ് ആവും. ആ സമയത്ത് അന്തമാൻ നിക്കോബാറിൽ സൗത്ത് വെസ്റ്റ് മോൺസൂൺ കാരണം മഴയുണ്ടാവും, കാലവർഷം. അതേപോലെ തന്നെ നോർത്ത് ഈസ്റ്റ് മോൺസൂൺ നമ്മൾ നവംബർ ഡിസംബർ മാസങ്ങളിൽ ഇങ്ങോട്ടുള്ള വിൻഡ്, ഇതാണ് നോർത്ത് ഈസ്റ്റ് മോൺസൂൺ. ഇത് കാരണം എന്താ? അന്തമാൻ നിക്കോബാറിൽ മഴ പെയ്യും. സോ ഓപ്ഷൻ 2 എന്താണ്? കറക്റ്റാണ്. ബേസിക് ആയിട്ടുള്ളൊരു ഐഡിയ ആണ്. മൂന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് നോക്കുക, മാക്സിമം പ്രസിപ്പിറ്റേഷൻ ഈസ് ബിറ്റ്വീൻ ഡിസംബർ ആൻഡ് മെയ്. ആണോ? അല്ല. കാരണം അത് ഈ കാലവർഷം എന്ന് പറയുന്നത് തന്നെ ജൂൺ ജൂലൈ ആ സമയത്താണ്. ആൻഡ് ഈ നോർത്ത് ഈസ്റ്റ് മോൺസൂൺ എപ്പോഴാണ്? നവംബർ ഡിസംബർ ആ ഒരു സമയങ്ങളിൽ. സോ ഡിസംബർ ടു മെയ് ആണോ? ഒരിക്കലും അല്ല. സോ ഓപ്ഷൻ 3 തെറ്റാണ്. സോ 1 ഉം 2 ഉം ശരി. 1 and 2 ഓപ്ഷൻ ബി. ഇതൊക്കെ പ്യൂർലി കൺവെൻഷണൽ രീതിയിൽ തന്നെയാണ് UPSC ചോദിച്ചിരിക്കുന്നത്. Thirty-fourth, which are the following geographical features or phenomena is or are associated with Peninsular Block of India? അപ്പോൾ നമ്മൾ ക്ലാസ് എടുത്തപ്പോൾ നമ്മളൊരു കാര്യം കണ്ടായിരുന്നു, ഇന്ത്യൻ്റെ വെസ്റ്റേൺ ഫ്ലാങ്ക്, ഇന്ത്യൻ്റെ ഒരു വെസ്റ്റേൺ സൈഡ് ഡ്യൂറിങ് ടേർഷ്യറി പീരിയഡ്, അതായത് ഏകദേശം ഒരു 66 മില്യൺ ഇയേഴ്സ് എഗോ, ആ ഒരു കാലഘട്ടത്തിൽ എന്ത് സംഭവിച്ചിട്ടുണ്ടായിരുന്നു? ഇത് താഴോട്ടേക്ക് അമർന്നു പോയിട്ടുണ്ടായിരുന്നു. അതായത് ഫോൾട്ടിങ് നടന്നിട്ടുണ്ടായിരുന്നു. ഈ ഭൂപ്രദേശം ഇങ്ങനെയായിരുന്നു ഉണ്ടായിരുന്നത്, ഇങ്ങനെ ഉണ്ടായിരുന്ന ഭൂപ്രദേശമായിരുന്നു. അപ്പോൾ ഈ ഒരു ഭാഗം ഇതിൻ്റെ വെസ്റ്റേൺ സൈഡ്, ഈ പെനിൻസുലർ ബ്ലോക്കിൻ്റെ വെസ്റ്റേൺ സൈഡ് താഴോട്ടേക്ക് ഫോൾട്ടായി പോയി. അതായത് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു ഫോൾട്ടിങ് അല്ലേ ക്ലാസ്സിൽ, താഴോട്ടേക്ക് അമർന്നു പോയി.
സോ സബ്മേർജൻസ് ഓഫ് പാർട്സ്, നമ്മൾ സബ്മേർജ് ആയി എന്ന് പറയും. സബ്മേർജൻസ് ഓഫ് പാർട്സ് ഓഫ് ദി വെസ്റ്റേൺ കോസ്റ്റ് ഡ്യൂ ടു ടെക്ടോണിക് ആക്ടിവിറ്റി. ശരിയാണ്, പെൻസിലർ ബ്ലോക്കിലാണ് സംഭവിച്ചത്. പെൻസിലർ ബ്ലോക്കിൻ്റെ വെസ്റ്റേൺ സൈഡ് സബ്മേർജ്ഡ് ആയിട്ടുണ്ട്. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ്, പ്രസൻസ് ഓഫ് റെസിഡ്വൽ മൗണ്ടൻ റേഞ്ചസ് സച്ച് ആസ് വെല്ലികൊണ്ട ഹിൽസ് ആൻഡ് മഹേന്ദ്രഗിരി ഹിൽസ്. ഈ പെൻസിലർ ബ്ലോക്ക് കുറേ കാലങ്ങളോളം പണ്ട് മുതലേ ഉള്ളൊരു ഭാഗമാണ്, അല്ല ഇന്ത്യൻ പ്ലേറ്റിൻ്റെ ഭാഗമായിരുന്നു. സോ ആ ഒരു ടൈമിൽ ഒരുപാട് മൗണ്ടൻ റേഞ്ചസ് ഉണ്ടായിരുന്നു. ഇന്ന് പക്ഷേ നമുക്ക് ആ മൗണ്ടൻ റേഞ്ചസിൻ്റെ ബാക്കി പത്രങ്ങളാണ് കാണുന്നത്. പണ്ടൊക്കെ നല്ല ഹൈറ്റും വെയിറ്റും ഒക്കെ ഉണ്ടായിരുന്ന മൗണ്ടൻസ് ആയിരുന്നു. പക്ഷേ ഇന്ന് അതിൻ്റെയൊക്കെ സൈസൊക്കെ റെഡ്യൂസ് ആയി വന്നു. ഫോർ എക്സാമ്പിൾ ആരവല്ലി ഭയങ്കര ഉത്തമ ഉദാഹരണമുണ്ട്. ആരവല്ലിയുടെ ഒക്കെ ഹൈറ്റ് എന്ന് പറയുമ്പം ശരിക്കും പറഞ്ഞാൽ പണ്ടൊരു 4000-5000 മീറ്റർ ഒക്കെ ഉണ്ടായിരുന്നു, 5000 മീറ്റർ ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇന്ന് വളരെ ജസ്റ്റ് 1000 മീറ്ററിൻ്റെ അധികം ആ ഒരു റേഞ്ചിലാണുള്ളത്. ബാക്കി ഭാഗമൊക്കെ ഇറോഡായി പോയി അല്ലേ. സോ അതേപോലെ റെസിഡ്വൽ എന്ന് പറയുമ്പോൾ ബാക്കി പത്രങ്ങൾ, ബാക്കിയുള്ള മൗണ്ടൻസ്. അതുപോലെയാണ് ഇതാ വെള്ളികൊണ്ട ഹിൽസ്, മഹേന്ദ്രഗിരി ഹിൽസ്, ഇതൊക്കെ ഫേമസ് ആയിട്ടുള്ള പെനിൻസുലർ ഇന്ത്യയിലെ മൗണ്ടൻസ് ആണ്. വെള്ളികൊണ്ട ഹിൽസ്, നല്ലമല ഹിൽസ്, മഹേന്ദ്രഗിരി ഹിൽസ്, ഒരുപാട് ഹിൽസ് ഉണ്ട്. ഇതൊക്കെ റെസിഡ്വൽ മൗണ്ടൻസ് ആണ്. സോ ഓപ്ഷനും ആ ഒരു സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് എന്താണ്, കറക്റ്റ് ആണ്. തേർഡ് സ്റ്റേറ്റ്മെന്റ് നോക്കുക, വായിച്ചു നോക്കിയേ. ഡീപ്പ് വി ഷേപ്ഡ് റിവർ വാലീസ് ഫോംഡ് ബൈ ഫാസ്റ്റ് ഫ്ലോയിങ് റിവേഴ്സ്. എന്താണ് അഭിപ്രായം പറഞ്ഞേ? കീവേഡ് നോക്ക്, ഫാസ്റ്റ് ഫ്ലോയിങ് റിവേഴ്സ്. ഫാസ്റ്റ് റിവേഴ്സ് പെട്ടെന്ന് ഭയങ്കര സ്പീഡ് എവിടെയായിരിക്കും? നല്ല ഹൈറ്റിൽ നിന്ന് താഴോട്ടേക്ക് പതിക്കുമ്പോഴായിരിക്കും നല്ല സ്പീഡ് കൂടുതൽ അല്ലേ. പെനിൻസുലർ ഇന്ത്യ അത്ര ഹൈറ്റിലാണോ? അല്ല, ഹിമാലയൻ റിവേഴ്സ് ആണ് എന്താ ഫാസ്റ്റ് ഫ്ലോയിങ് റിവേഴ്സ്. ഒന്നാമത്തെ പോയിന്റ്. പിന്നെ ബാക്കി വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ പെനിൻസുലർ ഇന്ത്യയിൽ നമുക്ക് കാണപ്പെടുന്നത് കൂടുതൽ ഹാർഡ് റോക്സ് ആണ്, ഹാർഡായിട്ടുള്ള റോക്സ് ആണ്. അതുകൊണ്ട് തന്നെ അതിനധികം റിവർ ഇങ്ങനെ ഒഴുകുമ്പോൾ അതിനധികം താഴോട്ടേക്ക് ഇറോഡ് ചെയ്യാൻ പറ്റില്ല. സോ വലിയ വലിയ വി ഷേപ്ഡ് വാലീസ് ഒന്നും നമുക്ക് കാണാൻ പറ്റില്ല. അതൊക്കെ നമുക്ക് എവിടെയാണ് കാണാൻ പറ്റുക? ഹിമാലയാസിലാണ്, ഹിമാലയൻ റിവേഴ്സിലാണ് കൂടുതൽ വലിയ വലിയ വി ഷേപ്ഡ് വാലീസ് ഒക്കെ കാണാൻ പറ്റുക. സോ ഓപ്ഷൻ 3 എന്താണ്? സോറി, തേർഡ് സ്റ്റേറ്റ്മെന്റ് എന്താണ്? തെറ്റാണ്. സോ 1 and 2 ഓപ്ഷൻ ബി. ഇതും കൺവെൻഷണൽ രീതിയിൽ തന്നെയാണ് ചോദിച്ചിരുന്നത്. ഫണ്ടമെന്റൽ പ്ലസ് ആപ്ലിക്കേഷൻ ലെവൽ ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇതൊരു കംപ്ലീറ്റ്ലി ടോട്ടലി അൺകൺവെൻഷണൽ രീതിയായിട്ട്, അതായത് മല പോലെ വന്ന് എലി പോലെ പോയൊരു ക്വസ്റ്റ്യനാണിത്. ഭയങ്കര സിമ്പിളാണ്. നമ്മളെന്തോ വായിച്ചു തുടങ്ങുമ്പോൾ തന്നെ ഭയങ്കര ഒരു നെറ്റ് ഇങ്ങനെ ചൊളിച്ചിട്ടായിരിക്കും വായിച്ച് തുടങ്ങുന്നുണ്ടാവും. പക്ഷേ വായിച്ച് അവസാനിപ്പിക്കുമ്പോൾ കുറച്ചും കൂടി സിമ്പിളായിട്ട് മാറും. നിങ്ങൾ നോക്കിയേ, ദ സാഗർമാല പ്രോഗ്രാം സീക്സ് ടു അച്ചീവ് പോർട്ട്ലെറ്റ് എക്കണോമിക് ഗ്രോത്ത് ത്രൂ കോസ്റ്റ് എഫക്റ്റീവ് ആൻഡ് സസ്റ്റൈനബിൾ കോസ്റ്റൽ ഇൻഫ്രാസ്ട്രക്ചർ. അതാണ് ഫസ്റ്റ്. സെക്കൻഡ്, the success of the Sagarmala program is reflected in significant growth in coastal and inland waterway shipping, along with improved global port rankings. Third, Sagarmala 2.0 aims to position India as a global maritime innovation hub aligned with Atmanirbhar Bharat and Vikasit Bharat 2047 visions. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് താഴെയുള്ള ക്വസ്റ്റ്യനിലേക്ക് വരാം. ഇനി ക്വസ്റ്റ്യൻ കഴിഞ്ഞിട്ട് ഇത് തുടങ്ങിയിട്ടില്ല, ക്വസ്റ്റ്യനിലേക്ക് വരാൻ പോകുന്നേ ഉള്ളൂ. ഇതാ, which are the following relationships among the above statements is or are correct? 1. Statement 2 validates the effectiveness of strategies envisioned in statement 1. 2. Statement 3 extends the objectives of statement 1 by embedding them into future oriented innovation framework. 3. Statement 1 contradicts statement 3. ആ കോൺട്രഡിക്സിലെ വാക്കൊന്ന് ഓർമ്മിക്കുക. By focusing only on traditional infrastructure instead of modern innovation. ഇത് CSAT ഏതാ GS ഏതാ മനസ്സിലാവാത്ത ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണ് അല്ലേ. GSATൻ്റെ അതേ ഒരു അനലിറ്റിക്കൽ സ്കില്ല് ഇതിൽ ഉപയോഗിക്കുക. ഭയങ്കര സിമ്പിളാണ്, ഒന്നുമില്ല. ആ തേർഡ് എന്ന് വായിച്ചു നോക്കിയേ. സ്റ്റേറ്റ്മെന്റ് 1 കോൺട്രഡിക്ട് സ്റ്റേറ്റ്മെന്റ് 3. നിങ്ങൾക്ക് എവിടെയെങ്കിലും ഒരു കോൺട്രഡിക്ഷൻ ഫീൽ ചെയ്യുന്നുണ്ടോ? 1, the Sagarmala program seeks to achieve port-led economic growth through cost-effective and sustainable coast-like infrastructure. അതാണ് 1. തേർഡ് നോക്കിയേ, സ്റ്റേറ്റ്മെന്റ് 3 Sagarmala 2.0 aims to position India as a global maritime innovation hub. എവിടെയെങ്കിലും നിങ്ങൾക്ക് കോൺട്രഡിക്ഷൻ ഫീൽ ചെയ്യുന്നുണ്ടോ? പിന്നെ തേർഡ് ഉണ്ടാവുമോ? ഓപ്ഷൻ ഡിയും ഓപ്ഷൻ സിയും അവിടെ തന്നെ പോയി. ഓക്കെ, ഓപ്ഷൻ സിയും ഡിയും പോയി കഴിഞ്ഞു. ഇനി നിങ്ങൾ ആ ഒരു 1 ഉം 2 നോക്കുക. സ്റ്റേറ്റ്മെന്റ് 2 നോക്കുക. സ്റ്റേറ്റ്മെന്റ് 3 എക്സ്റ്റെൻസ് ദ ഒബ്ജക്റ്റീവ് ഓഫ് സ്റ്റേറ്റ്മെന്റ് 1 ബൈ എംബെഡിങ് ദം ഇൻ ടു എ ഫ്യൂച്ചർ ഓറിയന്റഡ്. കണ്ടോ, ഇവിടെ വികസിത് ഭാരത് 2047 ഫ്യൂച്ചർ ആണ് അല്ലേ. നിങ്ങൾ ആ നോക്കിയേ, സ്റ്റേറ്റ്മെന്റ് 3 എക്സ്റ്റെൻസ് ദ ഒബ്ജക്റ്റീവ് ഓഫ് സ്റ്റേറ്റ്മെന്റ് 1. കണ്ടോ, ഇപ്പം രണ്ടെന്തായാലും ഉണ്ട്. ഓക്കെ, സോ അതിനകത്ത് ഏതായിരിക്കും ഓപ്ഷൻ? 2 ഓൺലി എന്നില്ല, 1 വായിച്ചു നോക്കേണ്ട ആവശ്യമില്ല. 1 and 2 ഓൺലി. കണ്ടോ, അതാ പറഞ്ഞത്, മല പോലെ വന്നത് എലി പോലെ പോയൊരു ക്വസ്റ്റ്യൻ ആണ്. ഒന്നുമില്ല, ചുമ്മാ ഷോ UPSC ചുമ്മാ
ഓക്കെ, അടുത്ത ക്വസ്റ്റിലേക്ക് വരാം. കൺസിഡർ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് അബൌട്ട് റൈൻകോസ്റ്റിലിസ് റെറ്റുസ അല്ലെങ്കിൽ ഫോക്സ്ടെയിൽ ഓർക്കിഡ്. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ്, ഇറ്റ് ഈസ് ആൻ എപ്പിഫൈറ്റിക് ഓർക്കിഡ്. എന്താണ് എപ്പിഫൈറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? എപ്പിഫൈറ്റ്സ് നമ്മൾ എൻവയോൺമെന്റിലൊക്കെ പഠിക്കുന്നുണ്ട്. എപ്പിഫൈറ്റ്സ് പാരസിറ്റിക് പ്ലാന്റ്സ് തമ്മിലുള്ള ഡിഫറൻസ് എന്താ? എപ്പിഫൈറ്റ്സ് ജസ്റ്റ് സപ്പോർട്ടിന് മാത്രമേ മറ്റ് പ്ലാന്റ്സിനെ ആശ്രയിക്കുന്നുള്ളൂ. അതായത് ജസ്റ്റ് ഒരു സപ്പോർട്ട് സിസ്റ്റം അവിടെ നിൽക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, അതേസമയം പാരസൈറ്റ്സ് അങ്ങനെയല്ല, ഫുഡ് ന്യൂട്രീഷനൊക്കെ വലിച്ചെടുക്കും. അപ്പോൾ എപ്പിഫൈറ്റ്സ് ആണ് ഫോക്സ്ടെയിൽ. ഇതൊക്കെ ഫോക്സ്ടെയിലൊക്കെ ഒരു എപ്പിഫൈറ്റിക് ഓർക്കിഡാണ്. ഇതൊരു ഫാക്ട് ബേസ്ഡ് ക്വസ്റ്റൻ ആണ്. എന്താ ഓർക്കിഡ് ഒരു എപ്പിഫൈറ്റിക് ഓർക്കിഡാണ്. എപ്പിഫൈറ്റ്സിൻ്റെ മീനിങ് മനസ്സിലായില്ലേ? എപ്പിഫൈറ്റ്സ് എന്ന് പറയുന്നത് ആർ ദോസ് പ്ലാന്റ്സ്, വേറെ പ്ലാന്റ്സിനെ ജസ്റ്റ് സപ്പോർട്ട് നിൽക്കാൻ വേണ്ടിയിട്ട് മാത്രം. നമ്മൾ ഈ മാവിൻ്റെ ഒക്കെ സൈഡിൽ ഇങ്ങനെ കാണാറില്ല ഓരോ സാധനങ്ങൾ. ചിലതൊന്നും പാരസിറ്റിക് ആയിരിക്കില്ല, മാവിൻ്റെ ന്യൂട്രീഷൻ ഒന്നും അത് വലിച്ചെടുക്കില്ല, ജസ്റ്റ് സപ്പോർട്ട് നിൽക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ്. ഓക്കെ, ദിസ് സ്പീഷീസ് എൻഡമിക് ടു നോർത്ത് ഈസ്റ്റ് ഇന്ത്യ. എൻഡമിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ മാത്രം, അതിൽ തന്നെ സംതിങ് ഫിഷി അല്ല, അങ്ങനെയൊക്കെ പറയുമ്പോൾ തന്നെ ഉറപ്പിച്ചോ അത് ആ സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാവാനാണ് സാധ്യത കൂടുതൽ. എൻഡമിക് അവിടെ മാത്രമേ ഉള്ളൂ എന്ന് പറയുമ്പോൾ തന്നെ അത് എന്താ പറയുക, തെറ്റാവാനാണ് സാധ്യത കൂടുതൽ. സോ അത് നമുക്ക് ഇത് റൈറ്റ് എടുക്കാം. ഇനി ഇറ്റ് ഇസ് എ സ്റ്റേറ്റ് ഫ്ലവർ ഓഫ് അരുണാചൽ പ്രദേശ് ആൻഡ് ആസാം. ആക്ച്വലി ഇതിലൊരു ഗസ് വർക്ക് പോസിബിൾ അല്ല, നമ്മൾ തെറ്റായിട്ട് എടുക്കും, 1 only ഒക്കെ കുത്തും. പക്ഷേ ഇൻഫാക്ട് ഇറ്റ് ഈസ് എ സ്റ്റേറ്റ് ഫ്ലവർ. സോ 1 and 3 ആണ് ഉത്തരം. ആസാമിൻ്റെയും അരുണാചൽ പ്രദേശിനും നമ്മൾ ബിഹു ഫെസ്റ്റിവലിനൊക്കെ ഈ അവിടുത്തെ ഗേൾസ് ചൂടുന്നതാണ് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു പൂവ്. ബിഹു വിഷുവിൻ്റെ പോലെ തന്നെയുള്ള ഫെസ്റ്റിവലാണ്. ഓക്കെ, സോ 1 and 3 ആണ്. നമ്മൾ ആ ഒരു വായിച്ചു നോക്കുമ്പോൾ തേർഡ് സ്റ്റേറ്റ്മെൻറ്റ് ആക്ച്വലി തെറ്റായിട്ട് തോന്നും, റോങ് ആയിട്ട് നമ്മൾ തോന്നുമെങ്കിലും അത് കറക്റ്റാണ്. ഓക്കെ, റിസ്കി ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. 37. Which one of the following statements with regard to moedoms built by the Thai Ahom Kingdom? Ahom Kingdom എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നത്തെ നോർത്ത് ഈസ്റ്റ് റീജിയനിൽ ഭരിച്ചിരുന്നൊരു കിങ്ഡം ആയിരുന്നു ആ മുഗൾ ടൈമിൽ. ഓക്കെ, ആൻഡ് ഇൻസ്ക്രൈബ്ഡ് ആസ് എ വേൾഡ് ഹെറിറ്റേജ് സൈറ്റ് ബൈ യുനെസ്കോ. ഇത് കറണ്ട് അഫയേഴ്സിൽ ഡയറക്റ്റ്ലി ഒരുപാട് നമ്മൾ ഏത് കറണ്ട് അഫയേഴ്സ് മെറ്റീരിയൽ എടുത്തു കഴിഞ്ഞാലും അതിനകത്ത് ഉള്ളൊരു കാര്യമാണ്, ഒരു സാധനമാണ്, കണ്ടന്റാണ്. ഈ അഹോം കിങ്ഡംസിൻ്റെ ശരിക്കും പറയുകയാണെങ്കിൽ മോയിഡംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ റോയൽ ബറിയൽ ഗ്രൗണ്ട്സ് ആണ്. അവരുടെ എന്താ പറയുക പിതൃക്കളൊക്കെ അടക്കിയ സ്ഥലമാണ് ആക്ച്വലി. അത് കറണ്ട് അഫയേഴ്സിലൊക്കെ ഡയറക്റ്റായിട്ട് മെൻഷൻഡ് ആണ്, അതിൽ യാതൊരു കൺഫ്യൂഷനും ഇല്ല. അതിലൊക്കെ അത് ഒരു ബേസിക് കറണ്ട് അഫയേഴ്സ് മെറ്റീരിയൽ നമ്മൾ പഠിക്കാൻ തന്നെ ആ ഒരു ഫാക്ട് നമുക്ക് കിട്ടും. സോ ഇത് ഡയറക്ട്ലി ഫ്രം ഫാക്ട് ആണ്. സോ 3 only ആണ് ഉത്തരം. ഓപ്ഷൻ സി ആണ് ഉത്തരം. 38. At the United Nations Ocean Conference held in June 2025 in France, the Food and Agriculture Organization of the United Nations demonstrated its leading voice on marine and ocean issues, especially on sustainable fisheries and aquaculture for resilient livelihood and blue transformation. അപ്പോൾ ഇങ്ങനത്തെ കുറച്ച് കീവേഡ്സ് ഒക്കെ ഒന്ന് മാർക്ക് ചെയ്യാം. ദ ലൈവ്ലിഹുഡ്, aquaculture, sustainable fisheries, ഇതൊക്കെ ഒന്ന് മാർക്ക് ചെയ്യാം. എന്നിട്ട് ചോദ്യത്തിലേക്ക് വരാം. Which are the following combinations about the 4 betters proposed by FAO, Food and Agriculture Organization, for blue transformation is correct? നമുക്ക് ആദ്യം ഈ ക്വസ്റ്റൻ എടുക്കുമ്പോൾ നമുക്കിത് ചെയ്യാൻ പറ്റില്ല എന്ന് തോന്നും, പക്ഷെ ജസ്റ്റ് ഒന്ന് അനലൈസ് ചെയ്യാം. ലൈവ്ലിഹുഡ് ഉണ്ട്, സസ്റ്റൈനബിൾ ഫിഷറീസ് ഉണ്ട് അല്ലേ? ഇപ്പോൾ ജസ്റ്റ് ഒന്ന് ഓപ്ഷൻസ് നോക്കിയേ. ഓപ്ഷൻ എ ബെറ്റർ പ്രൊഡക്ഷൻ, ബെറ്റർ ന്യൂട്രീഷൻ, ബെറ്റർ എൻവയോൺമെൻറ്റ് ആൻഡ് ബെറ്റർ ഓഷൻ ആവാം. ഓപ്ഷൻ ബി ബെറ്റർ പ്രൊഡക്ഷൻ, ബെറ്റർ ന്യൂട്രീഷൻ, ബെറ്റർ എൻവയോൺമെൻറ്റ് ആൻഡ് ബെറ്റർ ലൈഫ്, അതും ആവാം. സി ബെറ്റർ കോറൽ റീഫ്, ബെറ്റർ ന്യൂട്രീഷൻ, ബെറ്റർ എൻവയോൺമെൻറ്റ് ആൻഡ് ബെറ്റർ ലൈഫ്, അതും ആവാം. ഡി അതും എന്താ ആവാം. സോ നമുക്ക് മാംഗ്രൂവ് നമുക്കറിയാം അവിടെ കുറച്ച് സൈഡിലാണ്, സോ അത് വേണമെങ്കിൽ ഡി ഓപ്ഷൻ നമുക്ക് വെട്ടിക്കളയാം. ബാക്കി എ ബി സിയിൽ 2 ഓപ്ഷൻസ് അതേപോലെ തന്നെ ഏകദേശം വരുന്നത് ബെറ്റർ ലൈഫൊക്കെ 2 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്ത് ഏതിലെ വരുന്നത്? ബിയിലും സിയിലും. ആൻഡ് ബെറ്റർ ലൈഫ് നമുക്കറിയാം ലൈവ്ലിഹുഡായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന സാധനമാണ് ബെറ്റർ ലൈഫ് അൾട്ടിമേറ്റ്ലി അല്ലേ? ക്വാളിറ്റി ഓഫ് ലൈഫ് ഇമ്പ്രൂവ് ചെയ്യുന്നത് ലൈവ്ലിഹുഡ് അൾട്ടിമേറ്റ്ലി ബെറ്റർ ലൈഫിലേക്കാണ് ഗ്യാരണ്ടി ചെയ്യുന്നത്. സോ ഈ കൂട്ടത്തിൽ ഏതായിരിക്കും എന്ന് ജസ്റ്റ് ഒന്ന് ചിന്തിച്ച് നോക്കുക. ഈ കൂട്ടത്തിൽ ഒന്ന് ചിന്തിക്കുക. ബെറ്റർ പ്രൊഡക്ഷൻ, ബെറ്റർ ന്യൂട്രീഷൻ, ബെറ്റർ എൻവയോൺമെൻറ്റ്, ബെറ്റർ ലൈഫ്. ഇവിടെ സസ്റ്റൈനബിൾ ഫിഷറീസ്, അക്വാകൾച്ചർ, ഇതൊക്കെ പ്രൊഡക്ഷനൊക്കെ ആ ഒരു മീനിങ് വരുന്നുണ്ട് അല്ലേ? അക്വാകൾച്ചർ, ഫിഷ് പ്രൊഡക്ഷനിലൊക്കെ ഒരു ബന്ധം വരുന്നുണ്ട്. സോ ഔട്ട് ഓഫ് ബി ആൻഡ് സി വി ഹാവ് ടു ചൂസ് ഓപ്ഷൻ ബി. ഇതാണ് ഉത്തരം. സോ നമുക്കൊന്നും അറിയില്ലെങ്കിൽ പോലും ജസ്റ്റ് ഒന്ന് ചിന്തിച്ച് നോക്കാം. ഓരോ കീവേഡ്സ് ഒക്കെ ഒന്ന് ഇട്ട് നോക്കാം. ലൈവ്ലിഹുഡ് പറയുമ്പോൾ ബെറ്റർ ലൈഫ് ആൻഡ് ബെറ്റർ ലൈഫ് 2 തവണ റിപ്പീറ്റ് ആവുന്നുണ്ട്. സോ ഇതിലേതെങ്കിലും ഒന്നായിരിക്കും.
സോ ഇങ്ങനെയൊക്കെ ചിന്തിച്ച് നോക്കുക, ഒന്നും അറിയില്ലെങ്കിൽ കൂടി നമ്മൾ ശ്രമിക്കുക. ഓക്കെ. 39. Which of the following statements with reference to Lake Turkana is or are correct? ഇതൊരു ഡയറക്റ്റ് ക്വസ്റ്റൻ ആണ്, ഒന്ന് പ്രത്യേകിച്ചൊന്നും നമുക്ക് ഫാക്ട് അറിഞ്ഞാൽ മാത്രമേ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഈ ലേക്ക് തുർക്കാന കിടക്കുന്നത് ആഫ്രിക്കയിലെ കെനിയ, എത്യോപ്യ ആ ഒരു ഭാഗത്താണ്. കെനിയ സൗത്ത് സുഡാനിലല്ല, കുറച്ചുകൂടി കെനിയ കുറച്ചുകൂടി താഴെയാണ്. ആൻഡ് അവരൊരു പ്രത്യേക ഡെസേർട്ടിലാണ് ഈ ലേക്ക് തുർക്കാന ഉള്ളത്. ആ ഒരു ഡെസേർട്ടിൻ്റെ പേര് പറഞ്ഞു കഴിഞ്ഞാൽ ഷൽബി ഡെസേർട്ട്. ഷാൽബി ഡെസേർട്ട് ഒരു ഡെസേർട്ടാണ് ആ ഒരു ആഫ്രിക്കയുടെ ആ ഒരു ഭാഗത്ത്. ഈ ഒരു ഭാഗത്താണ്. ഇവിടെ ഗ്രേറ്റ് ആഫ്രിക്കൻ റിഫ്റ്റ് വാലി ഉണ്ട്. നമ്മൾ പറഞ്ഞു ഓർക്കുന്നുണ്ടോ ക്ലാസ്സിൽ? ഇറ്റ്സ് ആൻ എക്സാമ്പിൾ ഓഫ് ഡൈവേർജൻ പ്ലേറ്റ് ബൗണ്ടറി അല്ലേ? ഒരു പ്ലേറ്റ് ഇങ്ങോട്ടേക്കും മറ്റൊരു പ്ലേറ്റ് ഇങ്ങോട്ടേക്കും വിഘടിച്ച് പോവാണ്. അപ്പോൾ അവിടെ നടുക്കൊരു റിഫ്റ്റ് വാലി ക്രിയേറ്റ് ഉണ്ട്. അവിടെ ഒരു ലേക്കാണ് ശരിക്കും പറഞ്ഞാൽ ലേക്ക് തുർക്കാന. അത് സൗത്ത് സുഡാനിലല്ല, അത് കെനിയയിലാണ് ഉള്ളത്. കെനിയ ആൻഡ് ആ ഒരു എത്യോപ്യയിലേറ്റും കുറച്ച് ഭാഗം അങ്ങോട്ട് കിടക്കുന്നുണ്ട്. സോ ഇറ്റ് ഇസ് എ ലാർജസ്റ്റ് ഡെസേർട്ട് ലേക്ക് ഇൻ ദ വേൾഡ്. അതാണ് ശരിക്കും പറഞ്ഞാൽ ലോകത്തിലെ ഏറ്റവും ലാർജസ്റ്റ് ഡെസേർട്ട് ലേക്ക്. ഡെസേർട്ടിൽ കാണപ്പെടുന്ന ഒരു സോൾട്ട് ലേക്കാണ് ലാർജസ്റ്റ് ഡെസേർട്ട് ലേക്ക്. സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ്, ദ ലേക്ക് ഇസ് സിറ്റുവേറ്റഡ് ഇൻ സൗത്ത് സുഡാൻ along the eastern fringe of the Sahara Desert. അല്ല, സൗത്ത് സുഡാൻ അല്ല, അതെവിടെയാണ് കിടക്കുന്നത്? കെനിയയിലാണ് കിടക്കുന്നത്. സോ ഇത് തെറ്റാണ്. ആൻഡ് ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് കറക്റ്റാണ്. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് കറക്റ്റാണ്, സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. The lake is listed as a UNESCO World Heritage Site and is also referred to as Jade Sea. ആ ഓപ്ഷൻ എന്താണ്? കറക്റ്റാണ്. ആക്ച്വലി ജേഡ് സി എന്തുകൊണ്ടാണ് വിളിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ആ ഒരു പ്രത്യേക മിനറൽ ഡെപ്പോഷൻസ് കാരണം സോൾട്ട് ലേക്കാണ്. സോൾട്ടിന് ഒരുപാട് മിനറൽസ് ഒക്കെ ഉണ്ടാവും. ആ മിനറൽ ഡെപ്പോഷൻ കാരണം ഇതൊരു ഗ്രീനിഷ് കളറാണുള്ളത്, ഗ്രീനിഷ് ബ്ലൂ കളറാണുള്ളത്. അതുകൊണ്ടാണ് ജേഡ് സി എന്ന് വിളിക്കാൻ കാരണം. ജേഡ് ഈസ് ഒരു ടൈപ്പ് ഓഫ് ക്രിസ്റ്റലാണ് ജേഡ്. സോ ജേഡ് സി എന്നാണ് അതിന് വിളിക്കുക. സോ ഇത് ഡയറക്റ്റ്ലി ഒരു എന്താ പറയുക ഫാക്ട് ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റൻ ആണ്. നമുക്ക് അധികം ഗസ് വർക്ക് ഒന്നും ഇതിൻ്റെ മുകളിൽ ചെയ്യാൻ പറ്റില്ല. 40. ഇത് അഗെയിൻ ഒരു ഡയറക്ട്ലി ഫാക്ട് ബേസ്ഡ് ആൻഡ് കറണ്ട് അഫയേഴ്സ് റിലേറ്റഡ് ക്വസ്റ്റൻ ആണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ദ ഫസ്റ്റ് പ്ലാൻ ബൈ വിവോ സർട്ടിഫൈഡ് റെഡ്യൂസിങ് എമിഷൻസ് ഫ്രം ഡീഫോറസ്റ്റ് ആൻഡ് ഫോറസ്റ്റ് ഡീഗ്രഡേഷൻ. അതിന് REDD+ എന്ന് പറയും. അതായത് റെഡ്യൂസിങ് എമിഷൻസ് ഫ്രം ഡീഫോറസ്റ്റേഷൻ ആൻഡ് ഫോറസ്റ്റ് ഡീഗ്രഡേഷൻ. REDD ഫുൾ ഫോം അതാണ്. സോ ഇതിൽ ആക്ച്വലി ഡയറക്റ്റ് ആയിട്ട് തന്നെ ഫാക്ട് ബേസ്ഡ് ആൻഡ് കറണ്ട് അഫയേഴ്സ് റിലേറ്റഡ് ക്വസ്റ്റൻ ഉണ്ട്. ആൻസർ എന്ന് പറയുമ്പോൾ C ആണ് ഓപ്ഷൻ. കാസി ഹിൽസ് കമ്മ്യൂണിറ്റി RED പ്രോഗ്രാം. ഓക്കെ, ഓപ്ഷൻ C ആണ് ഉത്തരം. ഓപ്ഷൻ C. ഓക്കെ, അടുത്ത ക്വസ്റ്റിലേക്ക് വരാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് വിത്ത് റിഗാർഡ് ടു ജെനറ്റിക് മെഡിസിൻ ഈസ് ഓർ ആർ കറക്റ്റ്? നമ്മൾ സ്റ്റേറ്റ്മെന്റ്സ് ഒന്ന് വായിച്ചു നോക്കുക. ജെനറ്റിക് മെഡിസിൻസ് കറക്റ്റ് ഓർ കോമ്പൻസേറ്റ് ഫോർ ദ ഫോൾട്ടി ജീൻസ് റെസ്പോൺസിബിൾ ഫോർ ഡിസീസ്. അല്ലേ, നമ്മുടെ ജസ്റ്റ് കോമൺ നോളജിൽ തന്നെ അതിനാണ്. ജെനറ്റിക് മെഡിസിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് ഫോൾട്ടി ആയിട്ടുള്ള ജീൻസിലൊക്കെ മാറ്റുന്ന ആ ഒരു മെഡിസിനാണ് ജെനറ്റിക് മെഡിസിൻ എന്ന് പറയുന്നത് അല്ലേ. സോ അത് നമുക്ക് എന്താ കറക്റ്റായിട്ട് തന്നെ എടുക്കാം. സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് വായിച്ചു നോക്കാം. ദ എഞ്ചിനീയർഡ് വൈറസസ് ആൻഡ് ലിപ്പിഡ് നാനോ പാർട്ടിക്കിൾസ് ആർ യൂസ്ഡ് ആറ്റ് കാരിയേഴ്സ് ഫോർ ദ ജെനറ്റിക് മെഡിസിൻ. അത് അവിടെ വെക്കുക. തേർഡ് സ്റ്റേറ്റ്മെന്റ് ഒന്ന് വായിച്ചു നോക്കേ. ദ ജെനറ്റിക് മെഡിസിൻസ് ഓൾട്ടർ ദ എൻറ്റയർ DNA സീക്വൻസ്. കണ്ടോ, എൻറ്റയർ DNA സീക്വൻസ്. സംതിങ് ഫിഷി. എൻറ്റയർ എന്നെല്ലാം പറയുമ്പോൾ അല്ലെ ഓൺലി എന്നെല്ലാം പറയുമ്പോൾ നമ്മൾ എൻഡമിക് എന്നല്ല ഓൺലി എൻഡമിക് എന്നെല്ലാം പറയുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കുക ആ സ്റ്റേറ്റ്മെന്റ്. അത് സ്റ്റേറ്റ്മെന്റ് എന്താണ്? എൻറ്റയർ പറയുന്നതിന് ലോജിക്കില്ല. ജെനറ്റിക് മെഡിസിൻ എന്താ ഇത് ഫുള്ള് എന്തെങ്കിലും കഴിച്ച് കഴിഞ്ഞാൽ മൊത്തം സ്പൈഡറിനെ പോലെ എങ്ങനെ ആവുന്നുണ്ടോ? ഇല്ല, സിനിമയിലൊക്കെ ഉള്ളൂ അല്ല, മൊത്തമായിട്ടൊന്നും മാറില്ല. ജസ്റ്റ് അപ്പോൾ ആ ഒരു സ്റ്റേറ്റ്മെന്റ് എന്താ തെറ്റാണ്. തേർഡ് സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. അപ്പോൾ ഈ തേർഡ് സ്റ്റേറ്റ്മെന്റ് ഇല്ലാത്ത ജസ്റ്റ് നോക്കുക. ഓപ്ഷൻ സിയും ഓപ്ഷൻ എയും ഇതിലേതെങ്കിലും ഒന്നാണ്. ഓപ്ഷൻ എയും ഓപ്ഷൻ സിയിൽ ഏതെങ്കിലും ഒന്നാണ്. രണ്ടാമത്തെ, എഞ്ചിനീയർഡ് വൈറസസ് ആൻഡ് ലിപ്പിഡ് നാനോ പാർട്ടിക്കിൾസ് ആർ യൂസ്ഡ് ആസ് കാരിയേഴ്സ് ഫോർ ദ ജെനറ്റിക് മെഡിസിൻ. അതായത് നമ്മുടെ ബോഡിയിൽ ഈ മെഡിസിൻ ഡെലിവർ ചെയ്യുന്നത് പ്രത്യേക മെക്കാനിസത്തിലൂടെയാണ്. യൂസിങ് എഞ്ചിനീയർഡ് വൈറസസ്, അതേപോലെ ചെറിയ ഫാറ്റ് ബേസ്ഡ് മോളിക്യൂൾസ്. ഫാറ്റ് ബേസ്ഡ് മോളിക്യൂൾസിന് വിളിക്കുന്നതാണ് നാനോ പാർട്ടിക്കിൾസ്, ലിപ്പിഡ് നാനോ പാർട്ടിക്കിൾസ്, ഫാറ്റ് ബേസ്ഡ് മോളിക്യൂൾസ്. ഇതിൻ്റെ ഉള്ളിലൊക്കെ ജസ്റ്റ് ഈ സാധനം കുത്തിവെച്ചിട്ടാണ് നമ്മുടെ ബോഡിയിലേക്ക് ഇത് എടുക്കുന്നത്. സോ എന്താ ഓപ്ഷൻ 2 സ്റ്റേറ്റ്മെൻറ്റ് 2 കറക്റ്റാണ്. സ്റ്റേറ്റ്മെൻറ്റ് 1ഉം കറക്റ്റാണ്. 1 and 2 ഓപ്ഷൻ സി ആണ് ഉത്തരം. അടുത്തിലേക്ക് വരാം. 42. Which of the following statements with regard to large language models used in machine learning is or are correct? എന്താണ് ഈ ലാർജ് ലാംഗ്വേജ് മോഡൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ഇറ്റ്സ് ബേസിക്കലി AI ടൂൾ, ഒരു ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ടൂളാണ്. ലാർജ് ലാംഗ്വേജ് മോഡൽ
ബേസിക്കലി ഇറ്റ്സ് ആൻ AI ടൂൾ. അതായത് എന്താ ഉദ്ദേശിക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ഹ്യൂമൻ ഡാറ്റാ ബേസ് കുറേ ഇൻഫർമേഷൻ ഉണ്ടല്ലോ നെറ്റിലൊക്കെ, അത് വെച്ചിട്ട് അത് സിംപ്ലി ആയിട്ട് അതിനെ എന്താ പറയുക ഡിസിഫർ ചെയ്തിട്ട് നമുക്ക് വേണ്ട രീതിയിൽ അത് ഇൻഫർമേഷൻ നമുക്ക് പാസ് ചെയ്യും. അത് മൊത്തമായിട്ട് ഭയങ്കര വലിയൊരു ലാർജ് ഡാറ്റാ ബേസ് ഉണ്ട് കയ്യിൽ. ആ ഡാറ്റാ ബേസ് സിംപ്ലി റീഡ് ചെയ്തിട്ട് നമ്മളൊക്കെ കോമൺ ലാംഗ്വേജിലൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ട് സംസാരിക്കുന്ന ലാംഗ്വേജിൽ തന്നെ കമ്പ്യൂട്ടർ എന്താ റീഡ് ചെയ്തിട്ട് നമുക്ക് വേണ്ട ഇത് കറക്റ്റായിട്ട് അത് ഒരു ബേസിക്കലി ഒരു മോഡലാണ്, ഒരു ടൈപ്പ് ഓഫ്, അതാണ് ലാർജ് ലാംഗ്വേജ് മോഡൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. സോ നിങ്ങൾ ഒന്ന് സ്റ്റേറ്റ്മെൻറ്റ്സ് ഒന്ന് വായിച്ചു നോക്കുക. The LLMs, the large language models, assign probabilities to the next possible words. ശരിയാണ്. And then pick the one with the highest probability. നമ്മൾ ചാറ്റ് ജി പി ടിയിലൊക്കെ നമ്മൾ കാണുന്നുണ്ട് ഈ ഒരു സാധനം, ഈ ഒരു പ്രോസസ്സ്. സോ അത് ശരിയാണ്. സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ്, the large language models process data through mathematical optimization to minimize prediction errors. സോ അതെന്താണ്, കറക്റ്റാണ്. നമുക്ക് വായിക്കുമ്പോൾ തന്നെ ആ സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റാണെന്ന് നമുക്കൊരു ഫീൽ കിട്ടും. ഇതൊക്കെ നമ്മൾ ചാറ്റ് ജി പി ടിയിലൊക്കെ കാണുന്നതാണ്, ഈ ഒരു പ്രഡിക്ഷൻ മോഡൽസും ഈ ഒരു പ്രോസസ്സൊക്കെ എങ്ങനെയാണ് ചാറ്റ് ജി പി ടി നമുക്ക് റിസൾട്ട്സ് ഡെലിവർ ചെയ്യുന്നത്. മൂന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് ഒന്ന് വായിച്ചു നോക്കുക. ദ LLMs, ദ ലാർജ് ലാംഗ്വേജ് മോഡൽസ് പ്രൊഡ്യൂസ് അൺബയാസ്ഡ് ഔട്ട്പുട്ട്സ്. ആണോ? ഇല്ല, ഒരിക്കലും ഇല്ല. ഇപ്പോഴും AI-യുടെ ഒരു നെഗറ്റിവിറ്റി ആയിട്ട്, ഒരു ഡിസഡ്വാൻറ്റേജ് ആയിട്ട് നമ്മൾ പറയുന്നത് നമ്മളെ ഹ്യൂമൻസിനുള്ള കുറേ ബയാസസ് AI-നും കയറി വരാം, AI-യിലേക്കും കടന്നു വരാം. ഫോർ എക്സാമ്പിൾ കാസ്റ്റ് ബേസ്ഡ്, ജെൻഡർ ബേസ്ഡ്, ഇങ്ങനത്തെ ഓരോ സ്റ്റീരിയോ ടൈപ്സ് ഒക്കെ, സൊസൈറ്റിയിലെ സ്റ്റീരിയോ ടൈപ്സ് ഒക്കെ AI-യിലും. കാരണം ഇത് ഡാറ്റാ ബേസിലാണ് വർക്ക് ചെയ്യുന്നത്. നമ്മുടെ ഇൻ്റർനെറ്റിലുള്ള ഡാറ്റാ ബേസിലാണ് ഇത് വർക്ക്. സോ അതിൻ്റെ ഉള്ളിൽ ഒരുപാട് ഇങ്ങനത്തെ സ്റ്റീരിയോ ടൈപ്സ് ഒക്കെ ഉണ്ട് ഓൾറെഡി. സോ അതിൻ്റെ ബേസിൽ അപ്പം ഓട്ടോമാറ്റിക്കലി ഒരു റിസൾട്ട് പറയുമ്പോൾ അതിൽ കംപ്ലീറ്റ്ലി നമുക്ക് എന്താ പറയുക അൺബയാസ്ഡ് എന്ന് പറയാൻ പറ്റില്ല. മേ ബി ബയാസസ് കടന്നു വരാം. സോ 3 എന്തായാലും ഇല്ല എന്ന് നമുക്ക് ഉറപ്പിക്കാം. സോ 3 ഇല്ലാത്ത ജസ്റ്റ് ഒന്ന് നോക്കുക. അതിൽ തന്നെ സിയും ഡിയും പോയി, 1ഉം ബിയിലും മാത്രമാണ്. അപ്പോൾ ഇതിൽ 1 and 2 ആണ് ഉത്തരം. 1 and 2. സോ ബേസിക്കലി പല ക്വസ്റ്റ്യൻസ് നിങ്ങൾ കണ്ട ഒരു പാറ്റേൺ ആണ്. 2 ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് 2 ഓപ്ഷൻസ് നിങ്ങൾക്ക് എലിമിനേറ്റ് ചെയ്യാൻ പറ്റും. ബാക്കി 2 ഓപ്ഷൻസിൻ്റെ ഇടയിലാണ് ഒരു കൺഫ്യൂഷൻ വരുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ 43. വിച്ച് ആർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് വിത്ത് റിഗാർഡ് ടു സ്റ്റെൽത്ത് ടെക്നോളജി? എന്താണ് സ്റ്റെൽത്ത് ടെക്നോളജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? സ്റ്റെൽത്ത് ഇൻവിസിബിൾ, അതായത് അറിയാതെ ഈ വെപ്പൺ സിസ്റ്റത്തിലാണ് നമ്മൾ അറിയാതെ മിസൈൽസ് പോകുന്നത്, അതൊക്കെയാണ് സ്റ്റെൽത്ത് ടെക്നോളജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ദ സ്റ്റെൽത്ത് ഒബ്ജക്ട്സ് ഹാവ് എ വെരി സ്മോൾ റഡാർ ക്രോസ് സെക്ഷൻ ആൻഡ് ആർ കോട്ടഡ് വിത്ത് റഡാർ അബ്സോർബിംഗ് മെറ്റീരിയൽസ്. ഈ റഡാർ എന്ന് ബേസിക്കലി എന്താ സംഭവം എന്ന് പറഞ്ഞാൽ റേഡിയോ ഡിറ്റക്ഷൻ ആൻഡ് റേഞ്ചിങ്. അതാണ് റഡാർ എന്ന് പറഞ്ഞാൽ, റേഡിയോ ഡിറ്റക്ഷൻ ആൻഡ് റേഞ്ചിങ്. എന്താ ആക്ച്വലി സംഭവിക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം ഏതെങ്കിലും ഒരു എയർക്രാഫ്റ്റ് ഈ ഒരു ഡിവൈസ് റഡാറിൽ നിന്ന് സിഗ്നൽസ് ഈ എയർക്രാഫ്റ്റിലേക്ക് പോകും. എന്നിട്ട് ഈ സിഗ്നൽസ് തിരിച്ചിങ്ങോട്ടേക്ക് വരും ബൈ ഡോപ്ലർ എഫക്റ്റ്. ഒരു പ്രിൻസിപ്പിളാണ് ഡോപ്ലർ എഫക്റ്റ്. അതായത് ആ എയർക്രാഫ്റ്റിൻ്റെ ഏത് റേഞ്ചിലാണ്, എത്ര സ്പീഡിലാണ് വരുന്നതൊക്കെ തീരുമാനിക്കാൻ പറ്റും ഈ റഡാർ ഉപയോഗിച്ചിട്ട്. സോ ഈ എയർക്രാഫ്റ്റ് സിഗ്നൽസ് ഇങ്ങോട്ട് റിഫ്ലക്റ്റ് ചെയ്യണം. ഇത് പക്ഷേ അതേസമയം ഈ ഉള്ളിലേക്ക് തന്നെ അബ്സോർബ് ചെയ്ത് ഇങ്ങോട്ട് സിഗ്നൽസ് കിട്ടുമോ? ഇല്ല. അപ്പം എന്തായി? സ്റ്റെൽത്തായി. സോ നോക്കിയേ, സ്റ്റെൽത്ത് ഒബ്ജക്ട്സ് ഹാവ് എ വെരി സ്മോൾ റഡാർ ക്രോസ് സെക്ഷൻ, അത് വളരെ കുറവായിരിക്കും. ആൻഡ് ആർ കോട്ടഡ് വിത്ത്, അത് സ്മോൾ ആയിട്ടുള്ള സാധനങ്ങളൊക്കെ ആയിരിക്കും ഭയങ്കരമായിട്ട് എന്താ പറയുക ഈ സ്റ്റെൽത്ത് കേപ്പബിലിറ്റി കൂടുതലായിട്ട് ഉണ്ടാവുക. കൂടുതൽ വലിയ ബോഡി ആണെങ്കിൽ, ഇപ്പോൾ എയർക്രാഫ്റ്റിനൊക്കെ വലിയ ബോഡി ആണെങ്കിൽ അത്രയും സ്റ്റെൽത്ത് കേപ്പബിലിറ്റി കുറവായിരിക്കും. ചെറിയ ചെറിയ ഇതൊക്കെ നമുക്ക് ഭയങ്കരമായിട്ട് മിസ് ഔട്ട് ചെയ്യാം, അതൊക്കെ മര്യാദക്ക് നമുക്ക് ഡിറ്റക്ട് ചെയ്യാൻ പറ്റില്ല. സോ സ്റ്റെൽത്ത് ഒബ്ജക്ട്സ് ഹാവ് എ വെരി സ്മോൾ റഡാർ ക്രോസ് സെക്ഷൻ ആൻഡ് കോട്ടഡ് വിത്ത് റഡാർ അബ്സോർബിംഗ് മെറ്റീരിയൽ. കാരണം ഇത് നടക്കുന്നതിന് റിഫ്ലക്ഷനിലൂടെ, അപ്പോൾ റിഫ്ലക്ഷൻ സ്റ്റോപ്പ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താ പറയുക, അത് നമുക്ക് ആ മര്യാദക്ക് ഡിറ്റക്ട് ചെയ്യാണ്ട് ആ ഒരു സാധനം മൂവ് ചെയ്യിപ്പിക്കാൻ പറ്റും. രണ്ടാമത്തെ, സ്റ്റെൽത്ത് ഒബ്ജക്ട്സ് ക്യാൻ ബി ഡിറ്റക്ട് യൂസസ് സ്പെസിഫിക് ഫ്രീക്വൻസീസ്. ഇത് ആക്ച്വലി നമ്മുടെ കറണ്ട് അഫയേഴ്സിൽ ഉള്ളൊരു സാധ്യതയാണ്. കാരണം ഇന്ത്യ വികസിപ്പിച്ചെടുത്തൊരു റഡാർ സിസ്റ്റം ഉണ്ട്, സൂര്യ റഡാർ സിസ്റ്റം. ഈ സൂര്യ റഡാർ സിസ്റ്റത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വെരി ഹൈ ഫ്രീക്വൻസി VHF, വെരി ഹൈ ഫ്രീക്വൻസിയിൽ വർക്ക് ചെയ്യുന്ന ഒരു റഡാർ സിസ്റ്റമാണ്. ഈവൻ മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങൾ പോലും പിടിച്ചെടുക്കാൻ പറ്റും. സോ സ്റ്റെൽത്ത് ഒബ്ജക്ട്സ് ക്യാൻ ബി ഡിറ്റക്റ്റഡ് യൂസിങ് സ്പെസിഫിക് ഫ്രീക്വൻസീസ് പറ്റും. സോ അത് ശരിയാണ്. ഇനി ഒന്നും അറിയട്ടോ, ക്യാൻ ബി എന്ന് പറയുമ്പോൾ തന്നെ ഒരു പോസിബിലിറ്റിയാണ് സൂചിപ്പിക്കുന്നത് അല്ലേ. സോ ശരിയാവാനുള്ള പ്രോബിലിറ്റിയാണ് കൂടുതൽ. നമ്മൾ അങ്ങനെ ഒരു അസംഷൻ നടത്താറുണ്ട്. ക്യാൻ ബി എന്ന് പറയുമ്പോൾ തന്നെ ഒരു ശരിയാവാനുള്ള പോസിബിലിറ്റിയാണ് കൂടുതൽ. കാരണം കനോട്ട് ബി എന്ന് പറഞ്ഞാൽ നമുക്ക് അങ്ങനെ പറയാൻ പറ്റില്ല. ക്യാൻ ബി. മൂന്നാമത്തെ, സ്റ്റെൽത്ത് ഒബ്ജക്ട്സ് ആർ കോട്ടഡ് വിത്ത് മെറ്റാ മെറ്റീരിയൽസ് ടു ഇൻക്രീസ് ദ സ്കാറ്ററിംഗ് ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻ. എന്താണ് അഭിപ്രായം? ഇൻക്രീസ് ദ സ്കാറ്ററിംഗ് ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻ. ഈ ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻ കൂടിക്കഴിഞ്ഞാൽ എന്താ പ്രശ്നം? അത് ഡിറ്റക്ട് ചെയ്യപ്പെടുകയല്ലേ ചെയ്യുക, ഡിറ്റക്ട് ചെയ്യാനുള്ള സാധ്യതയല്ലേ കൂടുതൽ. അപ്പോൾ ആരെങ്കിലും ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻ കൂട്ടുമോ?
ഇല്ല, റെഡ്യൂസ് ആണ് ചെയ്യുക. അപ്പം ഈ സ്റ്റെൽത്ത് ഒബ്ജക്ട്സ് ആർ കോട്ടഡ് വിത്ത് മെറ്റാ മെറ്റീരിയൽസ്, അത് ശരി തന്നെയാണ്, മെറ്റാ മെറ്റീരിയൽസ് ആണ് ഉപയോഗിക്കുക. പക്ഷേ അത് ഇൻക്രീസ് ചെയ്യാനല്ല, ഡിക്രീസ് ചെയ്യാണ്. ഈ വസ്തുന്ന് പുറപ്പെടുന്ന ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻ ഡിക്രീസ് ചെയ്യാനാണ്, കുറയ്ക്കാനാണ് ആ മെറ്റാ മെറ്റീരിയൽസ് യൂസ് ചെയ്യുന്നത്. സോ ഓപ്ഷൻ അല്ല, സ്റ്റേറ്റ്മെൻറ്റ് 3 എന്താണ്? തെറ്റാണ്. സോ 1 and 2 ഓപ്ഷൻ സി. ഓപ്ഷൻ സി. ഓക്കെ ആണല്ലോ? ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ 44. വിച്ച് ആർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് വിത്ത് റിഗാർഡ് ടു ബ്ലാക്ക് ബോക്സസ്? ബ്ലാക്ക് ബോക്സിന്റെ കളർ എന്താ? ബേസിക് ആയിട്ടുള്ള നോളജ് ആണ്. എന്താണ് ബ്ലാക്ക് ബോക്സിന്റെ കളർ? ഓറഞ്ചാണ്, ബ്രൈറ്റ് ഓറഞ്ചാണ്. കാരണം ബ്രൈറ്റ് ഓറഞ്ചിനാണ് നമ്മൾ അപ്പോൾ ചോദ്യം എന്തുകൊണ്ട് റെഡ് അല്ല അല്ലെങ്കിൽ ബ്ലാക്ക് അല്ല? കാരണം ബ്ലാക്ക് ബോക്സ് നമ്മൾ അതിൻ്റെ ആ ഒരു സീക്രസിനെ വെച്ചിട്ടാണ് അത് പറയുന്നത്. ഓക്കെ, ആക്ച്വലി എന്തുകൊണ്ട് റെഡ് അല്ലാത്തതെന്ന് വെച്ചാൽ റെഡിനെക്കാട്ടും കളർ കോൺട്രാസ്റ്റ്, റെഡും ഉപയോഗിക്കും, പക്ഷേ റെഡിനെക്കാട്ടും കുറച്ചുകൂടി കളർ കോൺട്രാസ്റ്റ് ഓറഞ്ചിനാണ്, ബ്രൈറ്റ് ഓറഞ്ച്. അതാണ് പെട്ടെന്ന് ഡിറ്റക്ട് ചെയ്യുക വേറെ സ്ഥലത്ത് നിന്നൊക്കെ വെച്ച് കഴിഞ്ഞാൽ. ഓക്കെ, ദ ക്യാരി എ ബീക്കൺ എമിറ്റിംഗ് റെഡ് ലൈറ്റ് പൾസസ് ടു ഡെഫിസിറ്റേറ്റ് അണ്ടർ വാട്ടർ ഡിറ്റക്ഷൻ. പിന്നെ വെള്ളത്തിൻ്റെ അടിയിൽ എയർക്രാഫ്റ്റ് ഒക്കെ വീണ് കഴിഞ്ഞാൽ ഒരു റെഡ് ബീക്കൺ, റെഡ് സിഗ്നൽസ്, റെഡ് കളറിൻ്റെ സിഗ്നൽ അയക്കുന്ന ഇത് പറയുന്നത്, ഈ സ്റ്റേറ്റ്മെൻറ്റ്. നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിയേ. പിന്നെ ഇത്രയും വലിയ മഹാസമുദ്രത്തിൽ ഈ റെഡ് കളർ, അടിയിൽ കിടക്കുന്ന റെഡ് കളർ ഇങ്ങനെ എമിറ്റ് ചെയ്തിട്ട് എന്താ കാര്യം? കാണാനേ പറ്റൂല. നോ, അതിന് റെഡ് ബീക്കൺ എന്നല്ല, റെഡ് കളറൊന്നും അല്ല, പകരം അൾട്രാസൗണ്ട് സിഗ്നൽസ് ആണ് എമിറ്റ് ചെയ്യുന്നത്. എന്നിട്ടാണ് ഈ ഇത് കണ്ടുപിടിക്കുന്നത് ഈ ബ്ലാക്ക് ബോക്സ് എവിടെയാണ്. ഈ എയർക്രാഫ്റ്റ് ഒക്കെ സമുദ്രത്തിൻ്റെ അടിയിലൊക്കെ വീണ് കഴിഞ്ഞാൽ, അവിടെയൊക്കെ വീണ് കഴിഞ്ഞാൽ ഈ ബ്ലാക്ക് ബോക്സിന് അൾട്രാസൗണ്ട് സിഗ്നൽസ് അയക്കും. എന്നിട്ടാണ് ഡിറ്റക്ട് ചെയ്യുന്നത്, അല്ലാതെ റെഡ് ലൈറ്റ് കൊണ്ടുള്ള ഡിറ്റക്ട് ചെയ്യുന്നത്. ഓക്കെ, ദേ റെക്കോർഡ് ബോത്ത് കോക്ക്പിറ്റ് വോയിസ് ആൻഡ് ഫ്ലൈറ്റ് ഡാറ്റ. ശരിയാണ്. ഓക്കെ, their memory units are made using either stainless steel or titanium. നമ്മൾ ഈ ടൈറ്റാനിയം ഡ്രിൽ ബിറ്റ്സ് ഒക്കെ എന്തിനാണ് ഉപയോഗിക്കുന്നത്? ടൈറ്റാനിയം സ്റ്റെയിൻലെസ് സ്റ്റീലൊക്കെ പറയുമ്പോൾ തന്നെ നമുക്കറിയാം ഭയങ്കര ഹാർഡായിട്ടുള്ള മെറ്റീരിയൽസ് ആണ്, അത്ര ഈസിലി ഡിസ്ട്രക്റ്റബിൾ അല്ല. മാത്രമല്ല ഈസിലി എളുപ്പം കേടി വരില്ല. നമ്മൾ ഈ ഡ്രിൽ ബിറ്റ്സ് ഒക്കെ ഏറ്റവും ഉറപ്പായ ഡ്രില്ലാണ്, നമ്മൾ ഡ്രില്ലിംഗ് മെഷീനിലൊക്കെ ഉപയോഗിക്കുന്നതാണ് ടൈറ്റാനിയം ഡ്രിൽസ് ഒക്കെ പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, സോ അത് എന്താ ഒരു പോസിബിലിറ്റിയാണ്, ശരിയാവാം. their memory units are made using either stainless steel or ടൈറ്റാനിയം. മാത്രമല്ല റസ്റ്റ് ഫ്രീ ആണ്, തുരുമ്പൊടിക്കില്ല, ടൈറ്റാനിയം ഒന്നും തുരുമ്പൊടിക്കില്ല. സോ എന്താ 3 ശരിയാണ്, രണ്ടും ശരിയാണ്. ഓപ്ഷൻ 2 and 3. ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ്. അത് വായിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും തെറ്റാണ്. ജസ്റ്റ് ഒന്ന് ചിന്തിച്ചാൽ മതി. മഹാസമുദ്രത്തിൽ ജസ്റ്റ് റെഡ് കളർ ഇങ്ങനെ എമിറ്റ് ചെയ്തിട്ട് ഒരു കാര്യമില്ല. ഓക്കെ, ഓപ്ഷൻ 2 and 3. ഓപ്ഷൻ 2 and 3. ഓപ്ഷൻ ബി. ഓക്കെ, സോ 44. നെക്സ്റ്റ് അടുത്ത ചോദ്യത്തിലേക്ക് വരാം. 45. Which are the following statements with regard to green hydrogen is or are correct? It is decarbonized hydrogen obtained from natural gas, reforming combined with carbon capture and storage, CCS technology എന്ന് പറയും. ആക്ച്വലി ഇത് ഗ്രീൻ ഹൈഡ്രജൻ അല്ല, പകരം ബ്ലൂ ഹൈഡ്രജൻ പറയുന്ന ആ ബ്ലൂ ഹൈഡ്രജൻ്റെ ഡെഫിനേഷനാണ്. ബ്ലൂ ഹൈഡ്രജൻ ആണ് നമ്മളെന്താ നാച്ചുറൽ ഗ്യാസ് ഒബ്റ്റെയിൻ ചെയ്തിട്ട് കാർബൺ ക്യാപ്ചർ ആൻഡ് സ്റ്റോറേജ്, അതില്ല കാർബൺ ഡൈ ഓക്സൈഡ് സ്റ്റോറേജ്, അപ്പം കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ എമിഷൻ കുറയും. അപ്പോൾ ആ ഒരു അങ്ങനെ ഉണ്ടാക്കുന്ന പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹൈഡ്രജനെ വിളിക്കുന്ന പേരാണ് എന്താ? ബ്ലൂ ഹൈഡ്രജൻ. നമ്മൾ ഹൈഡ്രജനെ പല രീതിയിൽ നമുക്ക് ക്ലാസ് ചെയ്യാൻ പറ്റും. ബ്ലൂ ഹൈഡ്രജൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാച്ചുറൽ ഗ്യാസിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹൈഡ്രജൻ ആണ്. പക്ഷേ നാച്ചുറൽ ഗ്യാസിൽ പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ഉറപ്പായിട്ട് കാർബൺ എമിഷൻ ഉണ്ടാവുമല്ലോ. പക്ഷേ ആ കാർബൺ എമിഷൻ എന്ത് ചെയ്യും? ഈ CCS ടെക്നോളജി വെച്ചിട്ട് ക്യാപ്ചർ ചെയ്യും. അപ്പോൾ കാർബൺ എമിഷൻ കുറച്ചൊന്ന് കുറയ്ക്കാൻ പറ്റും. അപ്പോൾ അതാണ് ബ്ലൂ ഹൈഡ്രജൻ. ഗ്രീൻ ഹൈഡ്രജൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കംപ്ലീറ്റ്ലി റിന്യൂവബിൾ എനർജി സോഴ്സസ് ഉപയോഗിച്ചിട്ട് ഇലക്ട്രോളിസിസിലൂടെ, അതായത് ഇലക്ട്രോളിസിസിലൂടെ ഹൈഡ്രജൻ ഉൽപ്പാദിപ്പിക്കുന്നതാണ്. കംപ്ലീറ്റ്ലി റിന്യൂവബിൾ എനർജി സോഴ്സ് ഉപയോഗിച്ചിട്ട് ഹൈഡ്രജൻ ഉൽപ്പാദിപ്പിക്കുന്ന രീതിയാണ് എന്താ? ഗ്രീൻ ഹൈഡ്രജൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പിന്നെ വേറൊരു ഹൈഡ്രജൻ കൊണ്ടുണ്ട്, ഗ്രേ ഹൈഡ്രജൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാച്ചുറൽ ഗ്യാസ് തന്നെയാണ് ഉൽപ്പാദിപ്പിക്കുന്നത്, പക്ഷേ വിത്തൗട്ട് CCS ടെക്നോളജി. അത് ഗ്രേ ആണ്. അത് കാർബൺ ക്യാപ്ചർ സ്റ്റോറേജ് ഒന്നുമില്ല, നാച്ചുറൽ ഗ്യാസ് എന്നാണ് എന്താ ഹൈഡ്രജൻ ഉൽപ്പാദിക്കുന്നത്. അതാണ് എന്താ? ഗ്രേ ഹൈഡ്രജൻ. ബ്ലൂ ഹൈഡ്രജൻ എന്ന് പറഞ്ഞാൽ നാച്ചുറൽ ഗ്യാസ് ഉൽപ്പാദിക്കുന്നത്, പക്ഷേ അലോങ് വിത്ത് കാർബൺ ക്യാപ്ചർ ആൻഡ് സ്റ്റോറേജ് ടെക്നോളജി കൂടി ഉണ്ടാകുമ്പോൾ എമിഷൻസ് എന്തായാലും കുറവായിരിക്കും. സോ അതാണ് ബ്ലൂ ഹൈഡ്രജൻ. ആൻഡ് ദാറ്റ് ഈസ് അനദർ കാറ്റഗറി ഓഫ് ഹൈഡ്രജൻ വിച്ച് ഈസ് ഏറ്റവും മോസ്റ്റ് ക്ലീനസ്റ്റ്. അതാണ് എന്താ? ഗ്രീൻ ഹൈഡ്രജൻ. Okay, so first statement, it is a decarbonized hydrogen obtained from natural gas reforming combined with
കാർബൺ ക്യാപ്ചർ ആൻഡ് സ്റ്റോറേജ്. അത് ഗ്രീൻ ഹൈഡ്രജൻ അല്ല, ബ്ലൂ ഹൈഡ്രജൻ ആണ്. സോ ഫസ്റ്റ് ഓപ്ഷൻ തെറ്റിക്കഴിഞ്ഞു. ഫസ്റ്റ് ഓപ്ഷൻ തെറ്റിക്കഴിഞ്ഞു. ആൻസർ കിട്ടുമോ നോക്കിയേ? ഇല്ല. അപ്പം ഫസ്റ്റ് ഓപ്ഷൻ തെറ്റിക്കഴിഞ്ഞാൽ എ ഓപ്ഷനും പോയി, ഡി ഓപ്ഷനും പോയി. ബാക്കി ബി ആൻഡ് സിയിൽ ഏതോ ആണ്. വായിച്ചു നോക്കാം. ഇറ്റ് ഈസ് പ്രൊഡ്യൂസ്ഡ് യൂസിങ് ഇലക്ട്രോളിസിസ് ഓഫ് വാട്ടർ വിത്ത് ഇലക്ട്രിസിറ്റി ജനറേറ്റഡ് ബൈ റിന്യൂവബിൾ എനർജി. ശരിയാണ്. Third statement, National Green Hydrogen Mission of India aims at for abatement of nearly 50 million metric tons of annual greenhouse gas emissions by 2030. അത് നമ്മുടെ ഈ ഗ്രീൻ ഹൈഡ്രജൻ മിഷൻ്റെ ഒബ്ജക്റ്റീവ് നമ്മുടെ സൈറ്റിൽ തന്നെ ഉണ്ട്. നമ്മുടെ നീതി ആയോഗിൻ്റെ സൈറ്റിൽ തന്നെ അതിൻ്റെ നാഷണൽ ഗ്രീൻ ഹൈഡ്രജൻ ഇതിൻ്റെ ഒബ്ജക്റ്റീവ് ഉണ്ട്. അപ്പോൾ അതിൽ ഫസ്റ്റ് തന്നെ മെൻഷൻ ചെയ്യുന്നതാണ് ഇന്ത്യൻ്റെ എയിം. 2030 50 മില്യൺ മെട്രിക് ടൺസ് ഓഫ് ആനുവൽ ഗ്രീൻ ഹൗസ് എമിഷൻസ് കുറയ്ക്കണം എന്ന് പറഞ്ഞിട്ട്. അതാണ് ഗ്രീൻ ഹൈഡ്രജൻ മിഷൻ്റെ ഒരു ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ തന്നെ. സോ 2 and 3, ഓപ്ഷൻ 2 and 3, ഓപ്ഷൻ ബി. ഓക്കെ. 46. Consider the following statements with regard to involvement of private entities in India's space program. First statement, the Indian National Space Promotion and Authorization Center in Space is an autonomous agency formed to facilitate participation of private entities. ഇത് ഒരു കറക്റ്റ് ആയിട്ടൊരു സ്റ്റേറ്റ്മെൻ്റ് ആണ്. നമുക്കറിയാം ഇൻസ്പേസ് പറഞ്ഞൊരു ഓർഗനൈസേഷൻ ഉണ്ട്. അത് ഈ പ്രൈവറ്റ് പാർട്ടിസിപ്പേഷൻ കൂട്ടാൻ വേണ്ടിയിട്ടാണ് ISRO ഒക്കെ അത് ആ ഒരു ഇത് കൊടുത്തത്. മീൻസ് അതൊരു ഫോം ചെയ്തത് ആ ഓർഗനൈസേഷൻ. ഓട്ടോണമസ് ഓർഗനൈസേഷനാണ് അണ്ടർ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് സ്പേസ്. ഓക്കെ. സെക്കൻഡ്, അഗ്നികുൾ കോസ്മോസ് ഒരു പ്രൈവറ്റ് ഒരു എൻറ്റൈറ്റി ആണ്. അഗ്നികുൾ കോസ്മോസ് ഇത് പേപ്പറിലൊക്കെ ഉണ്ടായിരുന്നു. കറണ്ട് അഫയേഴ്സിലുള്ള ഡയറക്റ്റ്ലി ഉള്ള ഒരു സാധനമാണ്. ഒരുപാട് എല്ലാ കറണ്ട് അഫയേഴ്സ് ഏത് റെസ്പെക്റ്റ് ഓഫ് ഏത് കറണ്ട് മെറ്റീരിയൽസ് ആയാലും അത് കറക്റ്റ്ലി മെൻഷൻഡ് ആയിരുന്നു. കാരണം അതൊരു വലിയൊരു അച്ചീവ്മെൻ്റ് ആയിരുന്നു. അഗ്നികുൾ കോസ്മോസ് ലോഞ്ച് ദ വേൾഡ്സ് ഫസ്റ്റ് ഫ്ലൈറ്റ് യൂസിങ് 3D പ്രിൻറ്റഡ് റോക്കറ്റ് എഞ്ചിൻ. ശരിയാണ്. ആ ഫസ്റ്റ് ഫ്ലൈറ്റിൻ്റെ പേര് അഗ്നിബാൻ എന്ന് പറയാം. അഗ്നിബാൻ ഒരു റോക്കറ്റ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ഓക്കെ, അഗ്നിബാൻ അത് ഈ ഏജൻസിയാണ് ഉണ്ടാക്കിയത്. ഒരു പ്രൈവറ്റ് ഏജൻസിയാണ് അഗ്നിബാൻ. അത് ന്യൂസിലൊക്കെ ഉണ്ടായിരുന്നു. തേർഡ് സ്റ്റേറ്റ്മെന്റ്, സ്കൈറൂട്ട് എയറോസ്പേസ് ഹാസ് ഡെവലപ്ഡ് ലിക്വിഡ് ഫ്യൂൽ ഫോർ GSLV. GSLV പറഞ്ഞാൽ എന്താണ്? ജിയോസിൻക്രണസ് ലോഞ്ച് വെഹിക്കിൾ. ജിയോസിൻക്രണസ് സാറ്റലൈറ്റ് ലോഞ്ച് വെഹിക്കിൾ. GSLVക്ക് വേണ്ടിയിട്ട് ലിക്വിഡ് ഫ്യൂൽ ഉണ്ടാക്കുന്നത് സ്കൈറൂട്ട് എയറോസ്പേസ് ആണെന്നാണ് പറയുന്നത്. സ്റ്റേറ്റ്മെന്റ് ആയിരിക്കുമോ? നിങ്ങൾ ജസ്റ്റ് ഒന്ന് കോമൺ ആയിട്ട് ഒന്ന് ചിന്തിച്ച് നോക്കിയേ. ഇത്ര വലിയ GSLV, ഇത്ര ഇന്ത്യയുടെ ഒരു പ്രസ്റ്റീജിയസ് ആയിട്ട് സ്പേസ് പ്രോഗ്രാമാണ്. അപ്പോൾ അതിൽ ഒരു പ്രൈവറ്റ് ഏജൻസിക്ക് ലിക്വിഡ് ഫ്യൂൽ ഉണ്ടാക്കാനുള്ളൊരു ഇത് കൊടുക്കുമോ, കോൺട്രാക്ട് കൊടുക്കുമോ? നിങ്ങൾ ചിന്തിച്ച് നോക്കിയാൽ ഇല്ല. സോ ഓപ്ഷൻ 3 തെറ്റാണ്. ഓപ്ഷൻ 3 ഇല്ലാത്ത സ്റ്റേറ്റ്മെൻ്റ് ഒന്ന് നോക്കുക. ഓപ്ഷൻ 3 ഇല്ലാതെ ആയിക്കഴിഞ്ഞാൽ ഡിയും എന്താ പറയുക ബിയും പോയി കഴിഞ്ഞു. അവിടെ ഡിയും ഇല്ല, ബിയും ഇല്ല. ആൻഡ് 1 എന്തായാലും ശരിയാണ്. 1 and 2 ആണ് ഉത്തരം. ഓപ്ഷൻ സി. ഇപ്പോൾ തേർഡ് സ്റ്റേറ്റ്മെൻറ്റ് വായിക്കുമ്പോൾ നമുക്കത് ഇതാണ്. GSLV ഇന്ത്യയിൽ ഒരു പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള പ്രൊജക്റ്റാണ്. അതിൻ്റെ ലിക്വിഡ് ഫ്യൂൽ എന്ന് പറഞ്ഞാൽ അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കോമ്പോണൻ്റ് ആണ് അതിൻ്റെ. അപ്പോൾ അത് വേറെ ഗവൺമെൻറ് അല്ലാത്ത വേറൊരു ഏജൻസിക്ക് കൊടുക്കുമോ? ഇല്ല, പോസിബിൾ അല്ല. സോ കോമൺ സെൻസ് ജസ്റ്റ് ഒന്ന് അതാണ് ഏറ്റവും വേണ്ടത് ശരിക്കും UPSC ഫിലിംസ് ജയിക്കാൻ ഇന്നത്തെ കാലത്ത്. ഓക്കെ. വിച്ച് ആർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്സ് വിത്ത് റിഗാർഡ് ടു ഡ്രോൺ സ്വാംസ്? എന്താണ് സ്വാർം എന്ന് പറഞ്ഞാൽ? വെട്ടുകിളി കൂട്ടം നല്ല ആക്രമിക്കുന്ന പോലെ, അതാണ് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ വെട്ടുകിളി കൂട്ടം ആക്രമിക്കുന്ന പോലെ ഡ്രോൺസിൻ്റെ ആ ഒരു മൊത്തം ഇത്, അതിനാണ് സ്വാർം ഓഫ് ഡ്രോൺസ് എന്നൊക്കെ പറയുന്നത്. ദ യൂസ് ടെറാഹേർട്സ് ബാൻഡ് ഓഫ് ഫ്രീക്വൻസി ടു കമ്മ്യൂണിക്കേറ്റ് വിത്ത് ദ കമാൻഡ് സെൻറ്റർ. ഈ ടെറാഹേർട്സ് ഫ്രീക്വൻസി എന്ന് പറയുമ്പോൾ ജസ്റ്റ് ഒന്ന് ചിന്തിച്ച് നോക്കുക. ടെറാഹേർട്സ് പറയുമ്പോൾ 10⁻12 ആണ്. 10⁻12 ഹൈ ഫ്രീക്വൻസി ആണ് ഉത്തരം. അപ്പോൾ ഹൈ ഫ്രീക്വൻസി ആകുമ്പം വേവ് ലെങ്ത് ഒക്കെ കുറവായിരിക്കും. അപ്പോൾ കമാൻഡ് സെൻറ്ററായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ അത് ഉപയോഗിക്കില്ല. എങ്ങനെയാണ് കമാൻഡ് സെൻറ്റർ പറഞ്ഞാൽ ആ ഒരു നടക്കുന്ന ഒരു സാധനമാണ്. സോ ഈ ഇൻഡിവിജ്വൽ ഡ്രോൺസ് ഒരിക്കലും ടെറാഹേർട്സ് ബാൻഡിലായിരിക്കില്ല കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട്. അതിനെക്കാട്ടും ലെസർ ബാൻഡിലായിരിക്കും ഉണ്ടാവും, മെഗാ ബാൻഡ് അല്ലെങ്കിൽ. ടെറാഹേർട്സ് പറയുമ്പോൾ 10⁻12 ഭയങ്കര വലിയ ഹൈ ബ്രാൻഡാണിത്. അതിലായിരിക്കില്ല കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ടാവില്ല. ഓക്കെ. സോ ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് എന്താണ്? തെറ്റാണ്. സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ്, ഇൻഡിവിജ്വൽ ഡ്രോൺസ് ഇൻ ദ സ്വാം ക്യാൻ കമ്മ്യൂണിക്കേറ്റ് വിത്ത് അതർ ഡ്രോൺസ് ഇൻ ദ സ്വാം. ശരിയല്ലേ? അതായത് ഈ ഡ്രോണുകളുടെ കൂട്ടം അതൊന്നോ അങ്ങോട്ടും ഇങ്ങോട്ടും കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവും, അങ്ങോട്ടും ഇങ്ങോട്ടും സം ഫോം ഓഫ് അവരുടെ ഒരു ഇൻഡിവിജ്വൽ ബാൻഡ് വിഡ്ത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട്. ഒരു ഡ്രോണിൻ്റെ പ്രവർത്തനം ഇങ്ങോട്ടാണെങ്കിൽ അത് മറ്റേ ഡ്രോണിനും സ്വാധീനിക്കും ഓട്ടോമാറ്റിക്കലി. തേർഡ്, GPS സ്പൂഫിംഗ്. എന്താണ് GPS സ്പൂഫിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? വാട്ട് ഡു യു മീൻ ബൈ GPS സ്പൂഫിംഗ്? ഫേക്ക് GPS സിഗ്നൽസ് അയക്കുക. അതായത് ഫേക്ക് ആയിട്ടുള്ള GPS സിഗ്നൽസ് അയക്കുന്നതാണ് GPS സ്പൂഫിംഗ്. ഈസ് എ കോമൺലി യൂസ്ഡ് ടെക്നിക് ടു കൗണ്ടർ ഡ്രോൺ സ്വാം അറ്റാക്ക്. അല്ലേ? അത് ഫേക്ക് ആയിട്ടുള്ള GPS പൊസിഷൻസ് അയച്ചു കഴിഞ്ഞാൽ, സിഗ്നൽസ് അയച്ചു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി സ്വാംസിന് ഈ ഒരു ഡ്രോൺസിനെ കൺഫ്യൂസ് ആവും എവിടെ അറ്റാക്ക് ചെയ്യണമെന്ന്. അപ്പോൾ അതുവഴി കൗണ്ടർ ചെയ്യാൻ പറ്റും.
ഇങ്ങനത്തെ അറ്റാക്സ് ഒക്കെ. ഓക്കെ, ഇതൊക്കെ ഈ വാർഫെയറിൽ വരുന്നതാണ്, ഇലക്ട്രോണിക് വാർഫെയർ. സോ ഓപ്ഷൻ എന്താണ്? 3 ശരിയാണ്, 2 ശരിയാണ്. ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ്. ജസ്റ്റ് ആ ടെറാഹേർട്സ് ആണ് അതിൻ്റെ കീവേഡ്, ടെറാഹേർട്സ് ബാൻഡ്. അത്രയും 10⁻12 ഒന്നും ഉണ്ടാവില്ല. അത് ജസ്റ്റ് ബേസിക് ഒരു ജസ്റ്റ് ഒന്ന് ചിന്തിക്കുക. സോ ഹൈ ഫ്രീക്വൻസി അപ്പോൾ ഓട്ടോമാറ്റിക്കലി ലോ വേവ് ലെങ്ത് ആയിരുന്നു അതിൻ്റെ അർത്ഥം. ഹൈ ഫ്രീക്വൻസി അപ്പോൾ വേവ് ലെങ്ത് കുറവായിരിക്കും. സോ അത് കമ്മ്യൂണിക്കേഷൻ ഉപയോഗിക്കാൻ അത്ര പോസിബിൾ അല്ല. അത് കമാൻഡ് സെൻറ്ററായിട്ട് ഭയങ്കര അടുത്തടുത്താണെങ്കിൽ പറ്റും, കുറച്ച് ദൂരെ ആകുമ്പോൾ അത്രയും പറ്റില്ല. ഓക്കെ, വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്, അത് എനിക്ക് തോന്നുന്നു റേഡിയോ ഫ്രീക്വൻസി തോന്നല്ല, അത് റേഡിയോ ഫ്രീക്വൻസി ഞാൻ വായിച്ചതോ ശരിയാണെങ്കിൽ റേഡിയോ ഫ്രീക്വൻസി ബാൻഡിലാണ് ഉപയോഗിക്കുന്നത്. RF ജസ്റ്റ് റേഡിയോ വേവ് സൈറ്റ് തന്നെയാണ് ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. ഓക്കെ, 48. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്സ് വിത്ത് റിഗാർഡ് ടു ജീനോം ഇന്ത്യ പ്രൊജക്ട് ഈസ് ഓർ ആർ കറക്റ്റ്? ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് വായിച്ച് നോക്കിയേ. ഇറ്റ് ഈസ് എ പാർട്ട് ഓഫ് ദി ഹ്യൂമൻ ജീനോം പ്രൊജക്ട്. എന്താണ് ഹ്യൂമൻ ജീനോം പ്രൊജക്ട് എന്നറിയോ? US-ൻ്റെ ഒരു പ്രൊജക്റ്റാണ് ആക്ച്വലി, ഇൻ്റർനാഷണൽ ഹ്യൂമൻ ജീനോം പ്രൊജക്ട്. അത് US ഗവൺമെൻറ്റിൻ്റെ പ്രൊജക്റ്റാണ്. അതിൽ ഇന്ത്യൻ്റെ എന്താ പറയുക സിറ്റിസൻസിൻ്റെ ജനറ്റിക് ഇൻഫർമേഷൻ കൊടുക്കുന്നു തോന്നുന്നുണ്ടോ? ഇല്ല. സോ US-ൻ്റെ പ്രോഗ്രാമാണ് ഹ്യൂമൻ ജീനോം പ്രൊജക്ട്. അതിലെന്തായാലും നമ്മൾ പാർട്ടല്ല. ദ പ്രൊജക്ട് ഈസ് ഫണ്ടഡ് ബൈ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ബയോടെക്നോളജി, ഗവൺമെൻറ് ഓഫ് ഇന്ത്യ. ശരിയാണ്. തേർഡ്, ഇറ്റ് ഈസ് പ്രൈമറി എയിം ഈസ് ടു ബിൽഡ് എ കാറ്റലോഗ് ഓഫ് ജനറ്റിക് ഡൈവേഴ്സിറ്റി ഓഫ് ദി ഇന്ത്യൻ പോപ്പുലേഷൻ. അതെന്താണ്? ശരിയാണ്. സോ ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഇല്ല. ജസ്റ്റ് ഒന്ന് നോക്കുക, ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഇല്ല. ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റ് തെറ്റിക്കഴിഞ്ഞാൽ തന്നെ ബാക്കി കിട്ടി. കണ്ടോ? ഓപ്ഷൻ ബിയിലേക്ക് ചുരുക്കാൻ പറ്റും. ബാക്കിയൊക്കെ ഓപ്ഷൻ എ ഇല്ല, ഓപ്ഷൻ സി ഇല്ല, ഓപ്ഷൻ ഡി ഇല്ല, ഓപ്ഷൻ ബി. ഓക്കെ, which of the following statements with regard to the National Quantum Mission NQM is or are correct? First statement, it aims at developing intermediate scale quantum computers with 52,000 physical qubit. എന്താണ് ക്യൂബിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ക്യൂബിറ്റ് നമ്മൾ ക്വാണ്ടം കമ്പ്യൂട്ടിങ്ങിൽ ഏറ്റവും ബേസിക് യൂണിറ്റ് ഓഫ് ഇൻഫർമേഷൻ ആയിട്ട് ഉപയോഗിക്കുന്നതാണ് ക്യൂബിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. സാധാരണ ട്രഡീഷണൽ ബിറ്റും ക്യൂബിറ്റും തമ്മിൽ ഡിഫറൻസ് എന്താ? നമ്മൾ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. എന്താണ് ഡിഫറൻസ് സാധാരണ ബിറ്റും ക്യൂബിറ്റും തമ്മിൽ? സാധാരണ ബിറ്റ് 2 ഡാറ്റ ആയിരിക്കും പ്രോസസ്സ് ഒരു ടൈമിൽ പ്രോസസ്സ് ചെയ്യാൻ പറ്റുക. ഏതാ? ഒന്നിക്കൽ 1 അല്ലെങ്കിൽ 0. ഇതിലേതോ ഒന്ന് മാത്രമാണ് സാധാരണ ബിറ്റിൽ ഇത് പറ്റുക. അതേസമയം ക്യൂബിറ്റിൽ ഇറ്റ് ക്യാൻ ഐദർ ബി 1, ഇറ്റ് ക്യാൻ ഐദർ ബി 0 ഓർ ബോത്ത്. 1ഉം 2ഉം ഒരേ സമയം ആവാം. ഇതാണ് ക്വാണ്ടം എൻടാങ്കിൾമെൻറ്റ് പറഞ്ഞിട്ടൊരു പ്രോപ്പർട്ടി. ക്വാണ്ടം ഫിസിക്സിലെ ബേസിക് ആയിട്ടുള്ളൊരു സാധനമാണ് ക്വാണ്ടം എൻടാങ്കിൾമെൻറ്റ്. ഒരേ സമയം. അതേപോലെ തന്നെ സൂപ്പർ ഇമ്പോഷൻ എന്നും പറയും. സൂപ്പർ ഇമ്പോഷൻ ഒരേ സമയം ഒരേ ഇത് മാറിയിട്ട് 1ഉം 0ഉം ഒരേ സമയം തന്നെ ആവാം. ഇതാണ് ക്വാണ്ടം സൂപ്പർ ഇമ്പോസിഷൻ. ക്വാണ്ടം സൂപ്പർ ഇമ്പോസിഷൻ. ഓക്കെ, സോ ഇതൊരു ഫാക്ട് ബേസ്ഡ് ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് ഫാക്ടർ അല്ലെങ്കിൽ അധികം ചെയ്യാൻ പറ്റില്ല ഇത്. ഇറ്റ് എയിംസ് അറ്റ് ഡെവലപ്പിംഗ് ഇന്റർമീഡിയറ്റ് സ്കെയിൽ ക്വാണ്ടം കമ്പ്യൂട്ടേഴ്സ് വിത്ത് 52,000 ഫിസിക്കൽ ക്യൂബിറ്റ്സ്. ശരിയാണ്. 5 വർഷത്തിൻ്റെ ഇടയിൽ ഒരു 8 കൊല്ലം കൊണ്ടുള്ള പ്രൊജക്റ്റാണ് നമ്മുടെ ഇന്ത്യ വികസിപ്പിച്ചെടുത്തത്. നാഷണൽ ക്വാണ്ടം മിഷൻ 5 കൊല്ലം കൊണ്ട് 52, 100 ആൻഡ് 8 ഇയേഴ്സിൽ 52,000 ക്യൂബിറ്റ്സ് ഉള്ള ലെവലിലുള്ള ക്വാണ്ടം കമ്പ്യൂട്ടേഴ്സ് ഉണ്ടാക്കണം എന്നാണ് നമ്മൾ പറയുന്നത് നാഷണൽ ക്വാണ്ടം മിഷൻ്റെ ഭാഗമായിട്ട്. സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ്, ഇറ്റ്സ് ഇംപ്ലിമെൻറ്റേഷൻ ഇൻക്ലൂഡ് സെറ്റിംഗ് അപ്പ് ഓഫ് 4 തീമാറ്റിക് ഹബ്സ്, ടി ഹബ്സ് എന്ന് പറയും, ഇൻ അക്കാഡമി ആൻഡ് നാഷണൽ റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട്സ് അക്രോസ് ഇന്ത്യ. അതെന്താണ്? കറക്റ്റ് സ്റ്റേറ്റ്മെൻ്റ് ആണ്. ബോത്ത് സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റാണ്. സോ ഇത് അത്ര ഫാക്ട് അറിയില്ലെങ്കിൽ നമുക്ക് അധികം ചെയ്യാൻ പറ്റില്ല. ബട്ട് ഓവറോൾ നമുക്ക് വായിക്കുമ്പോൾ ആ സ്റ്റേറ്റ്മെൻറ്റ്സ് വായിക്കുമ്പോൾ കറക്റ്റാണെന്ന് നമുക്ക് എടുക്കാൻ പറ്റും. ആണെങ്കിൽ നമുക്ക് വേറെ ഒരു വഴിയും ഇല്ലെങ്കിൽ അത് അറ്റംപ്റ്റ് കൂട്ടണമെങ്കിൽ ഇതേ വഴിയുള്ളൂ. നമുക്ക് എന്താ പറയുക സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റായിട്ട് എടുക്കാൻ പറ്റും. എന്താ പറയുക ഈ വേർഡ്സിൻ്റെ ഒരു അറേഞ്ച്മെൻ്റ് ഒക്കെ നോക്കുമ്പോൾ ടി ഹബ്സ്, അക്കാഡമിക് ആൻഡ് നാഷണൽ R&D കാരണം ബ്രാക്കറ്റിലൊക്കെ നല്ല കൊടുത്തിട്ട് 4 തീമാറ്റിക് ഹബ്സ്, ബ്രാക്കറ്റിൽ ടി ഹബ്സ് ഒക്കെ പറയുന്നത് നമുക്കത് കറക്റ്റാണെന്നുള്ളൊരു പ്രതീതിയെ ജനിപ്പിക്കുന്നത്. ഓക്കെ, സോ അടുത്ത ക്വസ്റ്റ്യൻ ഒരു 50. Which of the following statements with regard to India's deep ocean mission is or are correct? First statement, it was launched by Ministry of Ports, Shipping and Waterways, Government of India. ആക്ച്വലി ഇത് അഗെയിൻ സയൻസ് ആൻഡ് ടെക്നോളജിയിൽ നമ്മുടെ കറണ്ട് അഫയേഴ്സിലൊക്കെ ഉള്ളൊരു സാധനമാണ് ഇന്ത്യൻ്റെ ഡീപ്പ് ഓഷൻ മിഷൻ പ്രോഗ്രാം. ഇത് പ്രകാരം നമ്മളൊരു മത്സ്യ 6000 പറഞ്ഞിട്ടൊരു
വെഹിക്കിൾ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്, സബ്മേഴ്സിബിൾ വെഹിക്കിൾ. അതായത് ഭൂമിയല്ല, സമുദ്രത്തിൻ്റെ അടിഭാഗത്ത് പോകാൻ അത്രയും ഡെപ്തിൽ പോയിട്ട് ഡാറ്റ കളക്ട് ചെയ്യാനുള്ളൊരു വെഹിക്കിളാണ്, സബ്മേഴ്സിബിൾ വെഹിക്കിളാണ് മത്സ്യ 6000. ഇതിൽ 3 എക്വാനോട്ട്സ് എന്നാണ് പറയുക. ആസ്ട്രോനോട്ട് പോലെ തന്നെ എക്വാനോട്ട്സ് 3 വ്യക്തികളാണ് നമ്മൾ താഴോട്ടേക്ക് അയക്കുന്നത്. അതിൻ്റെ ഭാഗത്തിൽ വികസിപ്പിച്ചെടുത്താണ് മത്സ്യ 6000. അതുപോലെ മൂന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ്, സമുദ്രയാൻ ഈസ് എ പ്രൊജക്ട് അണ്ടർ ദിസ് മിഷൻ. ശരിയാണ്, സമുദ്രയാൻ എന്ന പ്രോഗ്രാം ഈ ഡീപ് ഓഷൻ മിഷൻ്റെ ഭാഗം തന്നെയാണ് സമുദ്രയാൻ, പേര് തന്നെ ഉണ്ട് സമുദ്രയാൻ. ഇനി ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് നോക്കാം. ഇങ്ങനത്തെ സ്റ്റേറ്റ്മെൻറ്റ്സ് വരുമ്പോൾ എപ്പോഴും ജസ്റ്റ് ഒന്ന് കൂടുതൽ അനലൈസ് ചെയ്യുക. ഇറ്റ് വാസ് ലോഞ്ച്ഡ് ബൈ മിനിസ്റ്റർ ഓഫ് പോർട്സ്, ഷിപ്പിംഗ് ആൻഡ് വാട്ടർവേസ്, ഗവൺമെൻറ് ഓഫ് ഇന്ത്യ. ആക്ച്വലി നിങ്ങൾ പെട്ടെന്ന് നമ്മൾ ആ ഒരു ഓഷൻ എന്നൊക്കെ കാണുമ്പോൾ നമ്മൾ അതാണെന്ന് വിചാരിക്കും, പക്ഷേ അല്ല, മിനിസ്റ്റർ ഓഫ് എർത്ത് സയൻസസ് ആണ്. നമ്മൾ ബേസിക്കലി ഇങ്ങനത്തെ മിനിസ്ട്രീസ് ഒക്കെ നമ്മൾ പഠിച്ചു നോക്കണം, ഏത് ഓർഗനൈസേഷൻ ഏത് മിനിസ്ട്രീൻ്റെ അണ്ടറിലാണ്. ഇങ്ങനത്തെ കുറേ കാര്യങ്ങളുണ്ട്. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പം കോഫി ബോർഡ്, നമ്മൾ വിചാരിക്കും കോമൺ പെർസെപ്ഷൻ എന്താ, കോഫി ബോർഡ് മിനിസ്റ്റർ ഓഫ് അഗ്രികൾച്ചർ, ഫാമേഴ്സ് ആൻഡ് അഗ്രികൾച്ചർ ആയിരിക്കും നമ്മൾ ഫസ്റ്റ് ചിന്തിക്കുക, പക്ഷേ അല്ല, മിനിസ്റ്റർ ഓഫ് കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രി ആണ്. സോ ഇങ്ങനത്തെ കാര്യങ്ങൾ നമ്മൾ സ്പെസിഫിക്കലി ഒന്ന് പുറത്ത് വെക്കുക. അതായത് നമ്മൾ ചിന്തിക്കുന്നത് പക്ഷേ നേരെ ഓപ്പോസിറ്റ് ആണ് ഫാക്റ്റ്. സോ മിനിസ്റ്റർ ഓഫ് എർത്ത് സയൻസസ് ആണ് ഈ ഇന്ത്യാസ് ഡീപ് ഓഷൻ മിഷന്, അതിൻ്റെ അണ്ടറിലാണ് മിനിസ്റ്റർ ഓഫ് എർത്ത് സയൻസസ്, MOES. ആൻഡ് മത്സ്യ 6000 അതൊരു സബ്മേഴ്സിബിൾ വെഹിക്കിളാണ്, 3 ആളുകളെ ഉള്ളിലോട്ട് അയക്കാനുള്ള പദ്ധതിയാണ്. 3 എക്വാനോട്ട്സ് എന്നാണ് പറയുക, എക്വാനോട്ട്. അതിൽ മൂന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ്, സമുദ്രയാൻ ഈസ് എ പ്രൊജക്ട് അണ്ടർ ദിസ് മിഷൻ. സോ ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ്. ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാൽ തന്നെ ഉത്തരം കിട്ടി കണ്ടോ, 2 and 3. സോ ബേസിക്കലി കൺവെൻഷണൽ ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ ചോദിച്ചിട്ടുണ്ട് ഇതിൻ്റെ ഒപ്പം തന്നെ. അതായത് അൺകൺവെൻഷണൽ ആയിട്ടുള്ള കുറച്ച് ചോദ്യങ്ങളുണ്ടായിരുന്നു, പക്ഷേ ചില ചോദ്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു, മല പോലെ തോന്നിയത് എലി പോലെ പോയത് പോലത്തെ ചോദ്യങ്ങളുണ്ടായിരുന്നു, ഭയങ്കര സിമ്പിളായിട്ട്. പക്ഷേ എന്നാൽ കുറച്ച് വായിക്കുമ്പോൾ നമുക്ക് തെറ്റി ചുടിക്കാമെന്ന്, ഫസ്റ്റ് തന്നെ വായിക്കുമ്പോൾ അയ്യോ ഇത് ചെയ്യാൻ പറ്റുമോ അങ്ങനെ തോന്നുന്ന ചെറിയ ചോദ്യങ്ങളുണ്ടായിരുന്നു. പക്ഷേ സിമ്പിളാണ്, ഓവറോൾ അല്ല, പക്ഷേ ഈ ഒരു സെഗ്മെൻറ്റ് കുറച്ച് സിമ്പിളായിരുന്നു. നമുക്ക് കുറേയൊക്കെ ഗസ് വർക്കിലൂടെ ആൻസർ ചെയ്യാൻ പറ്റുമായിരുന്നു. ഓക്കെ.